അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചരിത്ര സെമിനാറിനെ ആധുനിക സംവിധാനങ്ങൾ വഴി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ സ്നേഹികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വലിയ ചരിത്ര ദൗത്യമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശത്തെയും അതിൻ്റെ പ്രമാണങ്ങളെയും അതിൻ്റെ രീതിശാസ്ത്രത്തെയും നാളിതുവരെ സത്യസന്ധമായി ലോകത്ത് നിർവഹിക്കപ്പെട്ട പാത പിന്തുടർന്നുകൊണ്ടാണ് 1920 കാലഘട്ടങ്ങളിൽ ഇത്രയൊന്നും സൗകര്യങ്ങളും സംവിധാനങ്ങളും എളുപ്പവഴികളും ഇല്ലാത്ത ഇരുണ്ട ഇടുങ്ങിയ കാലഘട്ടത്തിൽ വിവേകമതികളായ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഊടുവഴികളിലൂടെ, കാടുകളിലൂടെ ഞെരുക്കവും ക്ലേശവും എല്ലാം അനുഭവിച്ച് കത്തിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത ആദർശനിഷ്ഠയുടെയും പ്രമാണ ബോധത്തിൻ്റെയും തുല്യതയില്ലാത്ത തുടർച്ചയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം ഏകമാർഗം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയവും അതിൻ്റെ സന്ദേശവും അതിൻ്റെ പ്രമാണങ്ങളും ഒരേ രൂപത്തിൽ ഒരേ കാര്യത്തിലേക്ക് മാലോകരെ ക്ഷണിക്കുന്നു എന്നതാണ് അതിൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകത. ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, എഴുതപ്പെട്ടിട്ടുള്ള മനുഷ്യനിർമ്മിത ആശയങ്ങൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കാത്ത, അർഹിക്കാനുള്ള അവകാശം പോലുമില്ലാത്ത ഒന്നാണ്
അതെല്ലാം ശരിയാകും, ലോകം അവസാനിക്കുന്നതുവരെ ആ ആശയങ്ങളെല്ലാം നിലനിൽക്കും എന്നത്. മനുഷ്യനിർമ്മിത ആശയങ്ങൾ ഒരിക്കലും ആ രൂപത്തിൽ അവശേഷിതായ ചരിത്രം നമുക്ക് കാണാൻ സാധ്യമല്ല. ഒന്നുകിൽ തുടക്കത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രയാണ മധ്യത്തിൽ, അതുമല്ലെങ്കിൽ കുറേ ആളുകൾ ഉപയോഗിച്ച് അവസാനം ആർക്കും വേണ്ടാത്ത മലിനമായ നിർജീവമായ ഒരു വസ്തുവായി മനുഷ്യനിർമ്മിത ആശയങ്ങൾ മാറ്റപ്പെട്ടു എന്നതാണ് ലോക ചരിത്രം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അന്ത്യനാൾ വരെ അവശേഷിക്കുന്ന, ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത, ലോകത്ത് മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന നിലക്ക് വിമുഖത കാണിച്ചാലും തല ഉയർത്തി അന്തസ്സോടെ അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരേ ഒരാശയമുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നൽകിയ സത്യസന്ദേശം മാത്രമാണ്. അള്ളാഹുവിൻ്റെ വാക്കായിട്ടുള്ള വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതിൻ്റെ വിവരണവും വിശദീകരണവുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ മാത്രമാണ്. ആ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ഇക്കാലം വരെയും ലോകത്ത് വന്നിട്ടുള്ള അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, അവർക്ക് മാത്രമേ ലോകത്ത് സ്വീകാര്യതയും പ്രാധാന്യവും ഉണ്ടായിട്ടുള്ളൂ എന്ന് നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. പലപ്പോഴും നാം കേട്ട് പരിചിതമായിട്ടുള്ള പേരാണ്, നമ്മുടെ മനസ്സിൽ മനപ്പാടമാക്കി വെച്ചിട്ടുള്ള നാമമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ളത്. അഹ്ലുസുന്ന വൽ ജമാഅ, അതിൻ്റെ പേരും അതിൻ്റെ ആശയവും സവിശേഷമാക്കപ്പെട്ട ഒന്നാണ്. അഹ്ലി എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ്. അതുപോലെ തന്നെ അസുന്ന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ വാക്കുകൾ, നിയമങ്ങൾ, അധ്യാപനങ്ങൾ എന്നല്ല. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 വർഷങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതും അവിടുന്ന് പ്രാവർത്തികമാക്കിയതും പറഞ്ഞതും അനുവദിച്ചതുമായ കാര്യങ്ങൾക്കാണ് അസുന്ന എന്ന് പറയുക. ആ സുന്നത്തിൻ്റെ ആളുകൾ വെറും ആളുകൾ മാത്രമല്ല, ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം, ഞങ്ങൾക്ക് നിയമങ്ങളുണ്ട്, ഞങ്ങൾക്ക് മതമുണ്ട്, ഞങ്ങൾക്ക് അധ്യാപനങ്ങളുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകനുണ്ട് എന്നിങ്ങനെ വാചാലമായി പറയുക മാത്രമല്ല, അൽ ജമാഅ, അതിനുവേണ്ടി സംഘടിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഒത്തുകൂടിയ, ഒരുമിച്ച് നിന്ന് ഐക്യപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട്. ആ സമൂഹം വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തമ തലമുറ, ശ്രേഷ്ഠ തലമുറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയപ്പോ വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംറിനാ, പ്രവാചകരെ, നമ്മിൽ നിന്നുള്ള ഒരു ചൈതന്യത്തെ നാം നിങ്ങൾക്കിതാ വഹിയായി, ബോധനമായി നൽകിയിരിക്കുന്നു. മാ കുൻത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ, എന്താണ് എഴുത്തെന്ന്, എന്താണ് വായനയെന്ന്, എന്താണ് വിശ്വാസമെന്ന് പ്രവാചകരെ നിങ്ങൾക്കറിയില്ലായിരുന്നു. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണ്, പഠിക്കേണ്ടത് എന്താണ്, പഠിപ്പിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണ്, അത് കൃത്യമായി ഒരു വെളിച്ചമായി, പ്രകാശമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എല്ലാവർക്കുമല്ല, അല്ലാഹു തന്ന സവിശേഷ ബുദ്ധി, ആ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നവർ ആരാണോ അവരെ നേർമാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് വഴി നടത്തും എന്നാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, അതുകൊണ്ട് പ്രവാചകരെ, നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്താണ്? നേർമാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക. കേവലമായ ഒരു പേരിലേക്കല്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് ഒരു കാര്യത്തിന് നാമകരണം ചെയ്യപ്പെടുകയും അതിങ്ങനെ ഒട്ടിച്ച് പ്രദർശിപ്പിച്ച് നടക്കുകയും അതിലേക്ക് ആളുകളെ കൂട്ടി വലിയ വീമ്പിളക്കുന്ന വർത്തമാനം പറയുന്ന രീതിയല്ല, മറിച്ച് ചെറുതും വലുതുമായ, അടിസ്ഥാനവും അനുബന്ധവുമായ, നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ
ഒന്നൊഴിയാതെ രാവും പകലും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് പറയുക മാത്രമല്ല, ഓരോന്നും ചെയ്ത് കാണിച്ചു കൊടുക്കണം, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം, എണ്ണം പറഞ്ഞു കൊടുക്കണം, രൂപം കാണിച്ചു കൊടുക്കണം. ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ച മഹിതമായ ഒരു ദൗത്യം, ആ ദൗത്യം കൃത്യമായി 23 വർഷങ്ങളിൽ അവിടുന്ന് നിർവഹിച്ച് പൂർത്തിയാക്കി. 10,000-കണക്കിന് സ്വഹാബത്തിനെ സാക്ഷി നിർത്തി. നിങ്ങൾ സാക്ഷികളല്ലേ എന്ന് ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളെ കളിയാക്കുന്നില്ല, ഞങ്ങൾ കപട സ്വഭാവത്തിന്റെ ആളുകളാകുന്നില്ല. കൃത്യമായി നിങ്ങളെ കണ്ടും മനസ്സിലാക്കിയും ഞങ്ങളിതാ ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ഉത്തരമായി സ്വഹാബത്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്വഹാബത്തിലൂടെ ഓരോ തലമുറകളിൽ ആ വെളിച്ചം കൈമാറ്റം ചെയ്യപ്പെടുകയും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ പ്രകാശം, അതിൻ്റെ ജ്വാല എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലോ ആ അഹ്ലുസുന്ന വൽ ജമാഅയുടെ കൃത്യമായ മാർഗത്തിന്, നേരായ മാർഗത്തിന്, ചൊവ്വായ ചലനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, എതിരായി നിൽക്കുന്ന എതിരാളികളും ശത്രുക്കളും അനേകമാണ്, ധാരാളമാണ്. ഒന്നും രണ്ടുമല്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ചെറുതും വലുതുമായ കുഴികളിൽ ചാടുന്ന പോലെ, കിടങ്ങുകളിൽ അകപ്പെടുന്ന പോലെ, അതുപോലെ തന്നെ ആ റൂട്ടിലുള്ള മാർഗത്തിലുള്ള യാത്ര നമുക്ക് പ്രയാസമുണ്ടാക്കുന്നത് പോലെ റോഡെന്ന് പേരിട്ടുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പേര് മാത്രം ഇട്ട് നടക്കുന്ന ഒരുപാട് വ്യതിയാന കക്ഷികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരുടെ പേരും റോഡാണ്. പക്ഷെ എന്താണ് പ്രശ്നം? വലിയ കിടങ്ങുകളാണ്, ആഴമുള്ള കുഴികളാണ്. കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ഒറ്റക്ക് നാട്ടുകാരോടൊപ്പം സ്വസ്ഥമായി യാത്ര ചെയ്യാൻ ഉതകുന്ന രൂപത്തിലല്ല ആ റോഡ് കിടക്കുന്നത്. എന്ന പോലെ സിറാത്തുൽ മുസ്തഖീം എന്നവർ ഘോരഘോരം അവകാശപ്പെടുന്നുണ്ട്. അവർ വലിയ വാചാലരാകുന്നുണ്ട്. പക്ഷേ അത് പേര് മാത്രമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ, അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ, അതിൻ്റെ യഥാർത്ഥ വാഹകരായി അതിൻ്റെ നിയമങ്ങളെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സ്വീകരിക്കാനും ആചരിക്കാനും കൊണ്ടാടാനും ഇങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമില്ല, അവർക്കതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഉടലെടുത്തതാണ്, അല്ലെങ്കിൽ ഒരു സംഘത്തിൽ നിന്ന് ഉണ്ടായി വന്ന ധാരയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ വെറുപ്പിച്ചുകൊണ്ട്, ആ സംഘത്തെ എതിർത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്, അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മോഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവർ അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ദുനിയാവ് മതി, ഞങ്ങൾക്ക് വേറെയൊന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞവർ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷേ അവർ ചെയ്യുന്ന നമുക്കും സ്വാതന്ത്ര്യമില്ലേ? നമുക്കും ആലോചിച്ചുകൂടെ? നമുക്കും എന്തുമായില്ല? നമുക്കും സ്വാതന്ത്ര്യമില്ലേ? നമുക്കും ആലോചിച്ചുകൂടെ? നമുക്കും എന്തുമായിക്കൂടെ? അങ്ങനെ ചോദിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറുകയാണ്. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അവർ വഴിദൂരം, വഴികേടിലാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ കാണാം. വയുഹിബ്ബൂന അൻ തകൂന സബീലുല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗം ആയിത്തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇവജൻ മാഇലതൻ ആയിലതൻ, അതിങ്ങനെ വക്രതയുള്ള, ചാഞ്ഞും ചെരിഞ്ഞും പോകുന്ന ഒരു മാർഗമായി മാറണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. വഹിയ മുസ്തഖീമ ഫീ നഫ്സിഹാ, അങ്ങനെ ആരാഗ്രഹിച്ചാലും രാവും പകലും അജണ്ടകൾ ഒരുക്കി ആര് പണിയെടുത്താലും നേരായ ആ മാർഗത്തെ വളക്കാനോ തിരിക്കാനോ പൊളിക്കാനോ തകർക്കാനോ ആർക്കും സാധിക്കുകയില്ല. ലാ യദുറുഹാ മൻ ഖാലഫഹാ വലാ മൻ ഖദലഹാ. അതുപോലെ തന്നെ ആ മാർഗത്തിലൂടെ പോകുന്നവർക്ക് എതിരായി നിൽക്കാനും അവരെ ചതിക്കാനും ആരെങ്കിലും തീരുമാനിച്ചാൽ ഒരു കടുകുമണിയുടെ, ഒരു മൺതരിയുടെ ഉപദ്രവം പോലും പ്രയാസം പോലും അവരെ ഏൽപ്പിക്കാൻ കഴിയില്ല. അവരെന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ കേടാക്കാൻ പരിശ്രമിക്കും, വലാലത്തിലാക്കാൻ പരിശ്രമിക്കും. പക്ഷേ അവരൊരിക്കലും സ്വലാഹിനെ, നന്മയെ ആഗ്രഹിക്കുകയില്ല. നന്മയെ ആഗ്രഹിക്കാത്ത മനസ്സ്
മനസ്സുകൾക്ക് ഒരിക്കലും തന്നെ വിജയം പ്രാപിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ വിലപ്പെട്ട അധ്യാപനമാണ്. ഈ കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇത് മനസാ വാചാ കർമ്മണ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, ദുന്യാവിലെ സൗകര്യങ്ങളെക്കാൾ, ദുന്യാവിലെ അനുഭൂതികളെക്കാൾ, ഇവിടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീനിന്റെ വളർച്ചയാണ്, അതിന്റെ ഉയർച്ചയാണ്. അതിനുവേണ്ടിയുള്ള ഖിദ്മത്ത് അടങ്ങാത്ത, ക്ഷീണമില്ലാത്ത സേവനമാണ് എന്നൊരിക്കലും നാം വിസ്മരിച്ചു പോകരുത്. അത് മാറ്റിക്കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും പ്രായത്തിലുള്ളവർ ചെയ്യട്ടെ, ഇനി യുവാക്കൾ ചെയ്യട്ടെ, ഇനി കുട്ടികൾ ചെയ്യട്ടെ, ഇനി സഹോദരിമാർ ചെയ്യട്ടെ, അങ്ങനെയല്ല. ഒരു വീടിന്റെ ഉത്തരവാദിത്തം മരണം വരെ ബാപ്പയുടെ കൈകളിലാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കാര്യത്തിന് ചുക്കാൻ പിടിക്കേണ്ടവർ രക്ഷിതാക്കളാണ്, പ്രായമുള്ളവരാണ്, മുതിർന്നവരാണ്. പ്രവാചകന്മാർ അക്ഷീണം പണിയെടുത്തവരാണ്, വിയർപ്പൊഴുക്കിയവരാണ്. ബാപ്പ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് ഉമ്മയാണ്, ഉമ്മ കഴിഞ്ഞാൽ മൂത്ത മക്കളാണ്. അങ്ങനെയുള്ള ഒരു ക്രമം വീടിന്റെ അന്തരീക്ഷത്തിനും അതിന്റെ നിലനിൽപ്പിനും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാൾ പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ ദീനിന് നാം ഈ ഒരു പരിഗണന കൊടുത്തേ മതിയാകൂ. അതുകൊണ്ട് ഏവരും മനസ്സുകൊണ്ട് സ്വീകരിക്കുക. ഇൻഷാ അല്ലാ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെ സാഗൂതം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ മനസ്സ് എങ്ങോട്ടും ഓടിക്കരുത്, എങ്ങോട്ടും വിട്ടുപോകരുത്. ഇനി പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നാം നിലകൊള്ളുന്ന മാർഗത്തിന്റെ, നാം ഉറച്ചു വിശ്വസിക്കുന്ന ഈ സത്യത്തിന്റെ പ്രതാപം നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. ഇവിടെ ഈ ചരിത്ര സെമിനാർ മുഖ്യമായും ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്താണ്? ഒരു നൂറ്റാണ്ടുകാലത്തെ നവോത്ഥാന അവകാശം പറഞ്ഞുകൊണ്ട്, അഥവാ വിശ്വാസരംഗത്തും ഭൗതിക രംഗത്തും നവോത്ഥാനത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും അവർ അതിനുവേണ്ടി വലിയ രൂപത്തിൽ സംഘടിക്കുകയും അതിനുവേണ്ടി വലിയ നിലക്കുള്ള യാത്രകളും മറ്റുമൊക്കെ നടത്തി പെരുമ്പറയടിച്ച് വാർത്താ മാധ്യമങ്ങളിൽ കൊഴുപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം, അതുപോലെ തന്നെ മതരംഗത്തുള്ള ചെറുതും വലുതുമായ സംഘങ്ങൾക്ക് തർക്കമില്ലാതെ അറിയാം. എന്ത്? മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, അതുമാത്രമാണ് നവോത്ഥാന പ്രസ്ഥാനം എന്നത്. നവോത്ഥാനത്തിന്റെ പിതാക്കൾ, അതിന്റെ രക്ഷിതാക്കൾ, അതിന്റെ ആരംഭം കുറിച്ചവർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരം: അത് മുജാഹിദ് പ്രസ്ഥാനമാണ്, അത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, അത് സലഫികളാണ്. അവരെ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ വാല് പിടിച്ച്, അതിന്റെ ഊര പിടിച്ച്, അതിന്റെ തല പിടിക്കാൻ നോക്കിയവർ പോലും ഉള്ളതെന്ന് ഉച്ചൈസ്തരം ഉറക്കെ പ്രഖ്യാപിക്കാൻ ചരിത്ര വസ്തുതകൾ മായ്ക്കപ്പെടാതെ, തിരുത്തപ്പെടാതെ അവശേഷിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് അവകാശപ്പെടാൻ ധൈര്യമായി പറയാൻ സാധിക്കും. 926 കാലഘട്ടങ്ങളിൽ സമസ്ത ഇവിടെ തല ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ 27 കാലഘട്ടങ്ങളിൽ തബ്ലീഗ് ജമാഅത്ത് ഇവിടെ തല ഉയർത്തിയിട്ടുണ്ട്. 940കളിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നിട്ടുണ്ട്. CN അഹമ്മദ് മൗലവി രംഗത്ത് വന്നിട്ടുണ്ട്. ചേകന്നൂർ മൗലവി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ യാത്രയിൽ നിന്ന് ആ സഞ്ചാരപദം ഒഴിവാക്കി ആദർശം വേണ്ടെന്ന് വെച്ച് പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ 2026ലേക്ക് എത്തിയപ്പോഴും 920ന്റെ ആദർശ ചരിത്രം മറക്കാത്ത, നവോത്ഥാന ചരിത്രം മറക്കാത്ത, ആദർശത്തിനും നവോത്ഥാനത്തിനും വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കി, ചൂട് സഹിച്ച്, തണുപ്പ് സഹിച്ച്, കുത്തുവാക്കുകൾ, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള KM മൗലവി റഹിമഹുള്ളയുടെ, EK മൗലവി റഹിമഹുള്ളയുടെ, മൊയ്ദ് മൗലവി റഹിമഹുള്ളയുടെ, PK മൂസ മൗലവി റഹിമഹുള്ളയുടെ, ഉമർ മൗലവി റഹിമഹുള്ളയുടെ ആ തിളക്കമുള്ള ചരിത്രത്തെ മറക്കാതെ, അതിനെ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പെരുമ്പറ അടിക്കൽ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും തന്നെ തളർത്തുകയില്ല, യേശുകയില്ല എന്നത് വളരെ അടിവരയിട്ട് നാം മനസ്സിലാക്കണം. ഇവിടെ തുടക്കത്തിൽ ബഹുമാനനായ ഡോക്ടർ ഷാനവാസ് പറവണ്ണ നവോത്ഥാന ചരിത്രത്തെ ഭംഗിയായി അവതരിപ്പിച്ചു. അതിനുശേഷം ബഹുമാനനായ ഉസ്താദ് ഷമീർ മദീനി ആദർശവുമായി ബന്ധപ്പെട്ട നമ്മുടെ പാരമ്പര്യം സൂചിപ്പിച്ചു. ഒരു കാര്യം സംശയമില്ലാതെ അടിവരയിട്ട് നമുക്ക് പറയാം: ചടുലമായ നവോത്ഥാന പ്രവർത്തനങ്ങളോട്
ചുടല സമീപനം സ്വീകരിച്ചവരായിരുന്നു ഇവിടെയുള്ള സമസ്ത മുസ്ലിയാക്കന്മാർ എന്ന് നമുക്കാരോടും പറയാം. ശ്മശാനത്തോട്, ചുടയലയോട് സമീപിക്കുന്ന ഒരു സമീപനം, അവിടുന്ന് ഒച്ചപ്പാടുകളില്ല, അതങ്ങനെ കിടക്കുകയാണ് എന്ന പോലെ നവോത്ഥാന പ്രവർത്തനങ്ങളോട് അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സമീപനം. ഇവർക്ക് ഇന്ന് സംഘടനാ സംവിധാനമുണ്ട്. ആരെ കണ്ടാ ഇവർ തുടങ്ങിയത് അതാലോചിക്കുന്നില്ല, അതവർ പറയുന്നുണ്ട്. ആരെ കണ്ടു തുടങ്ങി? മഹാനായ KM മൗലവി റഹിമഹുള്ളയെ കണ്ടു തുടങ്ങി. അതുപോലെ ഇവർക്കൊരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതെങ്ങനെ തുടങ്ങി? ആരെ കണ്ടു തുടങ്ങി? മലയാള ഭാഷയെ എതിർത്തിരുന്നവർ, ഇംഗ്ലീഷ് ഭാഷയെ എതിർത്തിരുന്നവർ ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നു. നടത്തിക്കോട്ടെ, പ്രശ്നമില്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സത്യത്തെ തകർത്തുകൊണ്ടും വിസ്മരിച്ചുകൊണ്ടും ആകരുത് എന്നാണ് പറയാനുള്ളത്. മദ്രസ വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞവർ ഇന്നൊരുപാട് മദ്രസകളെ അവകാശപ്പെടുന്നു. ഭൗതിക പഠന സംവിധാനങ്ങളോട് വെറുപ്പ് കാണിച്ചവർ ഇന്നത് അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ കോളേജ് സംവിധാനങ്ങളോട് വെറുപ്പ് കാണിച്ചവർ ഇന്ന് അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നു. അനാഥ സംരക്ഷണത്തിനു വേണ്ടി സൗകര്യമൊരുക്കിയതിനെ വെറുപ്പായി കണ്ടവർ ഇന്നത് അവകാശപ്പെടുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കാത്തവർ ഇന്നും തുറന്നു പറയുന്ന യാഥാർത്ഥ്യമാണ്. എന്തിനു മാത്രം? EK വിഭാഗം സമസ്തയിലെ പ്രധാന ഒരു പ്രഭാഷകനാണല്ലോ റഹ്മത്തുള്ള ഖാസിമി മൂത്തേണം. അയാള് എന്തോ ഒരു ഹാലിലാകാം, എന്തോ ഒരു അവസ്ഥയിലാകാം. അയാൾ എങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരാ മദ്രസ തുടങ്ങിയത്, ഇവിടെ ആരാ കോളേജുകൾ തുടങ്ങിയത്, ഇവിടെ ആർക്കാ സംഘടന ഉണ്ടായത്, എല്ലാം അയാൾ തുറന്നു പറയുന്നു. അതൊക്കെ വഹാബികളാണ്, ഒക്കെ മുജാഹിദുകളാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ, നമ്മുടെ നേതാക്കന്മാരൊക്കെ അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ളത്. ഇത് വസ്തുതയാണ്. അത് മനസ്സറിഞ്ഞു പറഞ്ഞാലും അല്ലെങ്കിലും ഇതാണ് വസ്തുത. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രയാസവും ഒരു വേദനയും ഉണ്ടാകേണ്ടതില്ല. ഒരാൾ നമ്മളെ നോക്കി ചീത്ത പറയുമ്പോൾ സ്വാഭാവികമാണ് ഒരു വേദന ഉണ്ടാകും. പിന്നെ നമ്മളതൊക്കെ മറക്കും. പിന്നെ അയാളെ കാണുമ്പോഴോ നമ്മൾ പറയും നന്നാകണം, അങ്ങനൊന്നും പറയരുത്, നീ അപ്പത്തെ അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു. ഈ മനോഭാവമേ വേണ്ടതുള്ളൂ. അവരെത്ര പറഞ്ഞാലും എങ്ങനെ വിളിച്ചു പറഞ്ഞാലും ചരിത്രം മായ്ക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം സമസ്ത അതിൻ്റെ 100ാമത്തെ വയസ്സ് ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. അവരുടെ ആദർശ മാർഗത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഗോതയിൽ അവർക്ക് 100 വയസ്സായിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിയാണ്, സംശയമൊന്നുമില്ല. 1926 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2026 ആകുമ്പോൾ 100ലേക്ക് എത്തുകയാണ്. ഒരു പ്രശ്നവുമില്ല. പക്ഷേ 100ാമത്തെ വയസ്സെത്തിയിട്ടും ആദർശപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാനും തിരുത്താനും കഴിയാതെ പോവുക എന്നത് എന്തുമാത്രം വലിയ വീഴ്ചയാണ്, എന്തുമാത്രം വലിയ അപജയമാണ്. ഇവിടെ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? സൃഷ്ടികളായ ഇവർ, മരിച്ച ഈ ഔലിയാക്കളാകട്ടെ, ഈ ബീവിമാരാകട്ടെ, മശായിഖന്മാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, അവരൊക്കെ ആരാ? അള്ളാഹുവിന്റെ പടപ്പുകളാണ്. ആ പടപ്പുകളെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയോ? വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്. അവർ തന്നെയും സൃഷ്ടികളാണ്, ശ്വസിക്കുന്നവരാണ്, വെള്ളം കുടിക്കുന്നവരാണ്, വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടവരാണ്, ഹോസ്പിറ്റലിൽ പോയവരാണ്, വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചവരാണ്, ശമ്പളം പറ്റി ജീവിച്ചവരാണ്, സമയമായപ്പോൾ മരിച്ചവരാണ്. എന്തിനാ അവർക്ക് സാധിക്കുക? എന്തിനാ അവരെ കൊണ്ട് കഴിഞ്ഞത്? എന്നാലോ യഥാർത്ഥ വിശ്വാസികളാണെങ്കിലോ വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്തവരാണ്. എല്ലാ കാര്യങ്ങൾക്കും സഹായമേകുന്നവൻ അള്ളയാണ്. കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെ അവലംബിക്കുക എന്നതിലപ്പുറം യഥാർത്ഥ ശക്തിയായ, യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിൽ തവക്കുലാക്കി പോകണം. റബ്ബിൽ തവക്കുലാക്കാതെ, അവൻ കൈകാര്യകർത്താവാണെന്ന് വിശ്വസിക്കാതെ, അവൻ എൻ്റെ മുദബ്ബിറാണ്, ലോകത്തിൻ്റെ മുദബ്ബിറാണെന്ന് വിശ്വസിക്കാതെ, അവനാണ് എൻ്റെ റാസിഖ് എന്ന് വിശ്വസിക്കാതെ, അവനാണ് എൻ്റെ ഇലാഹെന്ന് വിശ്വസിക്കാതെ ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ കൊടുത്ത കഴിവ് എന്ന വാദം ദീനുമായി ബന്ധപ്പെട്ട വാദമല്ല. ദീൻ അതിനെ പൊളിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ആ തകർക്കപ്പെട്ട, പൊളിക്കപ്പെട്ട വാദത്തെ ഷിയാക്കൾ കൊണ്ടുവന്നു, മക്കയിലെ അവിശ്വാസികളിൽ നിന്ന് ഏറ്റെടുത്തു.
അത് സൂഫികളിലൂടെ കടന്നു വന്നു. അത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ വലിയ കാര്യമായി എഴുന്നള്ളി. രണ്ടാമത്തേതോ എന്താ സൂഫി തൗഹീദ്? സൂഫികളുടെ തൗഹീദിന് 4 സ്തംഭങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ഒത്തുചേർന്നാലാണ് അവരെ തൗഹീദായി മാറുക. അതെന്താ? അള്ളാഹു റബ്ബാണ്, അല്ലെങ്കിൽ അള്ളാഹു ആരാധ്യനാണ്, അള്ളാഹുവിന് നാമഗുണ വിശേഷണങ്ങളുണ്ട് എന്നതൊന്നുമല്ല. അതല്ല, അതിൻ്റെ മറവിൽ അവരൊന്നാമതായി പറയും നമുക്ക് ശരീഅത്ത് വേണം. യാതൊരു സംശയവുമില്ല, ശരീഅത്ത് വേണം. ഏത് ശരീഅത്ത്? അല്ലാഹ് പൂർത്തിയാക്കി തന്ന ശരീഅത്താണ്. റളീതു ബില്ലാഹി റബ്ബൻ, ആ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, അള്ളാഹുവിന്റെ ദീനിനെ ഇസ്ലാമായി അംഗീകരിച്ചിരിക്കുന്നു. ആ ഇസ്ലാം എന്ന പരിപൂർണമാക്കപ്പെട്ട, കളങ്കമാക്കപ്പെടാത്ത, ആര് കുത്തിയാലും പൊളിയാത്ത, തകരാത്ത ആ ശരീഅത്ത് നമുക്ക് ആവശ്യമാണ്. എന്നാലോ സ്വപ്ന കഥകളിലൂടെ, വ്യാജ ആശയങ്ങളിലൂടെ, പലർക്കും തോന്നിയ ത്വരീഖത്ത് ചിന്തകളിലൂടെ ഉരുണ്ടുകൂടി വന്ന ശരീഅത്ത് ആവശ്യമില്ല. രണ്ടാമത്തേതോ ആ ശരീഅത്തിനെ കൊണ്ടു നടക്കാൻ ത്വരീഖത്ത് വേണം. ഏതാ ത്വരീഖത്ത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബിക്കും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അന്ത്യനിമിഷങ്ങളോട് അടുക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കൊടുത്ത വിലപ്പെട്ട 10 ഉപദേശങ്ങളിൽ 10ാമത്തെ ഉപദേശമായിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം, വക്രതയില്ലാത്ത, ചതിയോ കാപഢ്യമോ ശിർക്കോ കുഫറോ ഇല്ലാത്ത, അനാചാരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ആ സിറാത്തുൽ മുസ്തഖീം, അത് വിശ്വാസികൾക്ക് വേണം. എന്നാലോ അതിന്റെ മറവിൽ ഖാദിരിയ ത്വരീഖത്ത് കടന്നു വന്നു, അതുപോലെ നക്ഷബന്ദിയ ത്വരീഖത്ത് കടന്നു വന്നു, ചിശ്തി ത്വരീഖത്ത് കടന്നു വന്നു, സഹ്റവന്തി ത്വരീഖത്ത് കടന്നു വന്നു, തീജാനി ത്വരീഖത്ത് കടന്നു വന്നു. എല്ലാ ത്വരീഖത്തിന്റെയും മൊത്ത കുത്തക അവകാശപ്പെടുന്ന മടവൂർ ത്വരീഖത്ത് കടന്നു വന്നു. മരണപ്പെട്ട മടവൂര് പറഞ്ഞിട്ടെ, ഞാൻ എല്ലാ ത്വരീഖത്തിന്റെ ആളാണ്, എല്ലാ ത്വരീഖത്തിന്റെയും അവകാശി ഞാനാണ്. ആ സമ്പ്രദായം ഇസ്ലാമിൻ്റെതല്ല. ഒരു ഖലീഫ അവകാശപ്പെട്ടിട്ടില്ല, സ്വഹാബത്തിൽ ആരും അവകാശപ്പെട്ടിട്ടില്ല. ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് കാണാനില്ല, ഉമർ റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് കാണാനില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് കാണാനില്ല, അലി റളിയല്ലാഹു അൻഹു ത്വരീഖത്ത് കാണാനില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അവരാരും ഇങ്ങനെ ഒരു ആശയം മനസ്സിലാക്കിയിട്ടില്ല. മൂന്നാമത്തതോ മഅരിഫത്ത് വേണമെന്നാണ്. എന്താ മഅരിഫത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അറിയലാണത്രേ. അത് വേണം, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അതാണ് ഇസ്ലാമിന്റെ പരിപൂർണമായ മാതൃക, ഉസ്വത്തുൻ ഹസന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജീവിതം. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന സമസ്തയുടെ ഭാഗമായിട്ട് ത്വരീഖത്തുകൾ ആവശ്യമില്ല, അങ്ങനെയുള്ള മഅരിഫത്ത് ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടും. പിന്നെയോ ഹഖീഖത്ത് വേണം. എന്താ ഹഖീഖത്ത്? ശരീഅത്തിലൂടെ, ത്വരീഖത്തിലൂടെ, മഅരിഫത്തിലൂടെ ഒരാൾ ഇങ്ങനെ പോയാൽ അയാൾക്ക് ഹഖീഖത്ത് ഉണ്ടാവുകയാണ്. എന്താ ഹഖീഖത്ത്? അയാൾ പെട്ടെന്ന് പറയുമത്രേ, ഞാൻ അല്ലാഹയാണ്, അനല്ലാ, ഞാൻ അല്ലാഹയാണ്, അനൽ ഹഖ്, ഞാനാണ് സത്യമായിട്ടുള്ളവൻ. ഒന്നാലോചിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അടക്കം പറഞ്ഞു, ഭ്രാന്ത് പിടിച്ച ലോകമാണ് സൂഫിസം. ഒരാൾ അതിൽ കടന്നാൽ ഭ്രാന്തനായിട്ടല്ലാതെ മടങ്ങി വരികയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നവർ, എന്തും അവകാശപ്പെടുന്നവർ, ഞാൻ അതാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ കളക്ടറാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ ആരാ പറയുക? അല്പം മാനസിക പ്രശ്നമുള്ളവരല്ലേ പറയുക? അതൊരു വസ്തുതയല്ലേ? തമാശക്ക് നമ്മൾ പറയലുണ്ടല്ലോ. ഇതുപോലെയാണ് ഒരു ഔലിയ അള്ളാന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? അയാള് മുട്ടൻ ഭ്രാന്തനായി, ഏറ്റവും വലിയ ഭ്രാന്തനായി അയാൾ മാറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രമാത്രം ഗൗരവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ത്വരീഖത്തിലൂടെ, ഈ ആശയത്തിലൂടെ പോകുന്ന ആളുകൾ ആരെ വിളിക്കണം എന്നാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്. കേട്ടോളി.
ശരി, ഒറ്റ വിളി കണ്ടി വിളിച്ചാൽ വീടി പുറത്ത് കിട്ടൂ ഉത്തരം ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. കേട്ടല്ലോ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറെ ഒന്നും വിളിക്കണ്ട, ഒറ്റ വിളിയാണ് വിളിച്ചാൽ മതി, വിളിപ്പുറത്ത് ഉത്തരം കൊടുക്കുന്നതാണ്. അഗ്സിന അല്ലെങ്കിൽ അഗ്സിനി എന്ന് ഒറ്റ വിളി വിളിക്കുക, വിളിപ്പുറത്ത് ഉത്തരം കൊടുക്കും. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. ഈ കൊടുത്ത കഴിവ് ആരവാദ? ശുദ്ധ ഷിയായിസമാണ്. അത് സൂഫിയാക്കളിലൂടെ കൈമാറി കിട്ടിയതാണ്, ദീനുമായി ബന്ധമുള്ള വാദമല്ല. ഈ ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ എങ്ങനെയാണ് ആദർശ നവോത്ഥാനം അവകാശപ്പെടുക? അള്ളാഹുവിനെ വിളിക്കൂ, ആത്മാർത്ഥമായി അള്ളാഹിനെ വിളിക്കൂ എന്ന് പറയുന്നവരാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതന്നെയല്ലേ ഒരു നൂറ്റാണ്ടായി ഇവിടെ ഖുതുബിയ്യത്തിലൂടെയും സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുതുബിയ്യത്തിന്റെ വരികൾ സാധാരണക്കാർ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖുതുബിയ്യത്തിന്റെ വരികളിൽ 1000 തവണ വിളിക്കണം എന്നാണ്. ഖുതുബിയ്യത്തും മൊഹീദ്ദീമാലയും തമ്മിൽ നടക്കുന്ന അടിയിൽപ്പെട്ട ഒന്നാണത്. രണ്ടും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണല്ലോ, രണ്ടും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണ്. ഒന്ന് കായൽ പട്ടണത്തുകാരൻ സദഖുല്ലാഹിൽ ഖാഹിരി എന്ന ഒരു തമിഴൻ എഴുതിയതാണ് ഖുതുബിയ്യത്ത്. മൊഹീദ്ദീൻ മാല എന്ന് പറഞ്ഞാലോ അത് കോഴിക്കോട്ടുകാരൻ എഴുതിയതുമാണ്. ഈ രണ്ടും തമ്മിലുള്ള അടിയിൽ, സംഘട്ടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം എന്താ? മാലയിലുള്ളത് എന്താ? ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാറുത്തീരം നൽകുന്നാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വേണ്ടിയില്ല, ഏത് നിലത്തുനിന്ന് ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും വായ പൂട്ടും മുമ്പ് ഉത്തരം കൊടുക്കും. എന്നാലോ ഖുതുബിയ്യത്തിന്റെ വരികളിലോ വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, എവിടുന്ന് എന്നല്ല, അൽഫം ബിഖൽവതിഹി, ഒഴിഞ്ഞിരിക്കണം എന്നാണ്, ഒഴിഞ്ഞൊരു ഭാഗത്തിരിക്കണം എന്നാണ്. അസ്മം ബിഹിമ്മതിഹി സ്വറമൻ ലിഅഫ്വതിഹി, മനക്കരുത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി വിളിക്കണം. ഒരു തവണയല്ല, ഇവിടെ പറഞ്ഞ ഒരു തവണയാണ്. വിളിക്കേണ്ടവൻ ഒരു തവണ വിളിച്ചാൽ കൊടുക്കുമെന്നാണ്. ഖുതുബിയ്യത്തിന്റെ വരിയിലുള്ളതോ അൽഫൻ 1000 തവണ. അങ്ങനെ വിളിച്ചാൽ അജബതുഹു മുസ്രിഅൻ ലിഅജ്ലി ദഅവതിഹി ഫല്യദു യാ അബ്ദുൽ ഖാദിരി മുഹിയദ്ദീനി. അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി എന്ന് വിളിച്ചാൽ മതി, വിളിക്കുമ്പോഴേക്ക് ഉത്തരം റെഡിയാണ്. 2 നിബന്ധനകളാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ശരിക്കാലോചിച്ചോളി. ആ 2 നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന നിബന്ധനകളാണ്. ആരെ വിളിക്കുന്നിടത്ത്? ലോകത്തിന്റെ റബ്ബിനെ വിളിക്കുന്നിടത്ത്, മരിച്ച ഒരു മനുഷ്യനെ വിളിക്കാനല്ല, മണ്ണോട് ചേർന്ന ഒരു മനുഷ്യനെ വിളിക്കുന്നിടത്തല്ല. എന്തിനു മാത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ. വൻതും മൂഖിനൂന ബിൽ ഇജാബ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചോളൂ. ഞാൻ ചോദിച്ചാ കിട്ടുമോ? നമുക്ക് ചോദിക്കാൻ വല്ല അവകാശമുണ്ടോ? നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? ഉസ്താദുമാര് വേണ്ടേ? ഹോജാബക്കന്മാര് വേണ്ടേ? ജാറത്തിലും മഖ്ബറയിലും പോകണ്ടേ എന്നല്ല. ആര് റബ്ബിനെ വിളിച്ചാലും വിശ്വസിക്കുന്നവന്റെ വിശ്വാസമാണ് പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, ലാ യസ്തജീബു, അല്ലാഹു ഉത്തരം തരികയില്ല. ലാ യസ്തജീബുല്ലാഹ്, അല്ലാഹു ഉത്തരം തരികയില്ല. ലിഖൽബി ഗാഫിലില്ലാഹിൻ, അശ്രദ്ധ മനസ്സോടെ, അലംഭാവ മനസ്സോടെ അല്ലാഹ് എന്ന് വിളിച്ച് അല്ലാഹ് എന്ന വിളി കേൾക്കുമ്പോ ആമീൻ എന്ന് പറയുന്നവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. ആ 2 നിബന്ധന മരിച്ച മണ്ണോട് ചേർന്ന മൊഹീദ്ദീൻ ഷെയ്ഖ് പറയാത്ത വരികൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തുമ്പോൾ ഇതെങ്ങനെ വിശുദ്ധ ആശയമാകും? ഇതെങ്ങനെ വിശുദ്ധ ആദർശമാകും? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അശുദ്ധമായ ആദർശമാണ്, വിശുദ്ധമല്ല. തീർന്നില്ല. മൊഹീദ്ദീൻ ഷെയ്ഖിന് മാത്രമല്ല, ബദർമാല ചൊല്ലുമ്പോ എങ്ങനെയാ വേണ്ടത്? കേട്ടോളി, പറയട്ടെ. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള, ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽക്ഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ
നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരീങ്ങളാ ഹാദിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽക്ഷണം ഹസില ഉള്ളുറപ്പിൽ ഒരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ വിരുദ്ധമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടെങ്കിൽ കിട്ടും എന്നതിന്റെ അർത്ഥം കേട്ടല്ലോ. എവിടെ ഇരുന്ന് വിളിച്ചാൽ ഉള്ളുറപ്പുണ്ടെങ്കിൽ ബദരീങ്ങൾ ഉത്തരം കൊടുക്കും. ഈ പ്രസംഗിക്കുന്ന ആളാരാന്നറിയോ? ആദർശ വിശുദ്ധി സമ്മേളനത്തിന്റെ ഭാഗമായ ആളാ. ഒന്ന് ആലോചിക്കണം. എന്തേ കൂട്ടരെ, ബദർ ശുഹദാക്കൾ, ആ ബദർ ശുഹദാക്കൾ അല്ലാഹുവിൽ തവക്കുലാക്കിയല്ലേ ബദറിലേക്ക് പോയത്. ഇവരെ വിശ്വാസപ്രകാരം അവർക്ക് എന്തും ഏതും അറിയാനും കേൾക്കാനും കഴിവുണ്ടെന്നല്ലേ, മരിക്കും മുമ്പ് തന്നെ അതിന് കഴിവുണ്ടെന്നല്ലേ. എന്തേ ആ കഴിവ് പ്രകാരം അവരെന്തേ മനസ്സിലാക്കിയില്ല? ഞങ്ങൾ എന്തായാലും വിജയിക്കും, അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ കരയൊന്നും വേണ്ട, നിങ്ങൾ കരയൊന്നും വേണ്ട, വിജയം നമുക്ക് തന്നെയാണ്. എന്തേ അവർ പ്രവചിക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പങ്കെടുത്ത എന്ന് വേണ്ട ലോകത്ത് എത്ര ഔലിയാക്കളുണ്ടോ അവർക്കെല്ലാം നേതാവായിട്ടുള്ളവരല്ലേ. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ബദറിന്റെ രാത്രിയിൽ സ്വഹാബത്ത് കാണേ ഉണ്ടായത്? എന്തിനാ ഉണ്ടായത്? അള്ളാഹുവിനോട്, അള്ളാഹുവേ എനിക്കുള്ള വാഗ്ദാനം നിറവേറ്റി തന്നാദാ, അല്ലാഹുമ്മ അൻജിസിൽ വഅദ, അള്ളാഹുവേ നീ എനിക്ക് തന്ന വാഗ്ദാനത്തെ നിറവേറ്റണേ നാഥാ. എന്തിനാ മരമൊരുങ്ങി പ്രാർത്ഥിച്ചത്? എന്താ അവർക്ക് അദൃശ്യം അറിയില്ലായിരുന്നോ? അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ലേ? എന്തിനാ അവർ പേടിച്ചത്? എന്തിനാ അവർ പ്രയാസപ്പെട്ട് കരഞ്ഞത്? സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രം തെളിയിക്കുന്നു. സമസ്തവാദം വ്യാജമാണ്, പൊള്ളയാണ്, പൊട്ടിപ്പൊളിഞ്ഞ വാദമാണ്. ദീനുമായി ബന്ധപ്പെട്ട വാദമല്ല, ദീനുമായി ബന്ധപ്പെട്ട വാദമല്ല. എന്താ അവിടെ പറഞ്ഞത്? ആത്മാർത്ഥമായി വിളിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ ഒരു കാലം മറന്ന് കൊട്ടക്കണക്കിന് ഖുർആൻ പരിഭാഷകൾ ഇറക്കി, കൊട്ടക്കണക്കിന് ഖുർആൻ ക്ലാസുകൾ നടത്തി, കൊട്ടക്കണക്കിന് ഖുർആൻ പ്രഭാഷണങ്ങൾ നടത്തി പോകുമ്പോ ആ ഖുർആനിലെ ആയത്തുകളിലൂടെ ഒന്ന് മനസ്സറിഞ്ഞ് കണ്ണോടിച്ചിരുന്നെങ്കിൽ, ആ ആയത്തുകളെ ഒന്ന് മനസ്സിരുത്തി വായിച്ചിരുന്നുവെങ്കിൽ, ഉസ്താദുമാരെ നിങ്ങളിങ്ങനെ പ്രസംഗിക്കൂല. ആയത്തുകൾക്ക് പകരം ബദർ മാലപ്പാട്ടിലെ വരികളാ നിങ്ങൾ പഠിച്ചത്, ആയത്തുകൾക്ക് പകരം മൊഹീദ്ദീൻ മാലയിലെ വരികളാ നിങ്ങൾ വായിച്ചത്, ആയത്തുകൾക്ക് പകരം ഓരോരുത്തരും മരിക്കുമ്പോ അവരെ പേരിൽ ഇല്ലാ കഥകൾ മാലകളായി രചിക്കുന്ന പണിയിലാ നിങ്ങൾ ഏർപ്പെട്ടത്. അതാ പ്രശ്നം, അതുകൊണ്ടായി പ്രശ്നം. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, മരിച്ചവരോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ എന്നല്ല. വദഊഹു, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ. മുഖ്ലിസീന ലഹുദ്ദീൻ, മനസ്സറിഞ്ഞുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണേ. മക്കത്തെ അവിശ്വാസികളുടെ സ്വഭാവം പോലും നോക്ക് നിങ്ങൾ. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കടൽ തിരമാലകളിൽ പെട്ടാൽ, കാറ്റിലും കോളിലും പെട്ടാൽ എന്താണ് അവർ ചെയ്തത്? ലാത്ത എന്നല്ല, മനാത്ത എന്നല്ല, ഉസ്സ എന്നല്ല വിളിച്ചത്. ഇവിടെ എന്താ വിളിക്കുന്നത്? യാ ബദരീങ്ങളെ, യാ സിയം മടവൂരെ, യാ മമ്പുറന്തങ്ങളെ, യാ പുത്തമ്പള്ളി വലിയേ, അതൊക്കെയല്ലേ വിളിക്കണത്. അവരെ സ്വഭാവം ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് ഖുർആനാ, ഇത് ഖുർആനാ. ഈ ഖുർആനിലേക്കാണ്, ഈ ഖുർആൻ പഠിപ്പിച്ച ഈ നന്മയിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിലേറെയായി ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുത്തി, നിങ്ങൾ കല്ലെറിഞ്ഞു, ആ ചില്ല് കൂടാരത്തെ എറിഞ്ഞുടക്കാൻ നിങ്ങൾ നോക്കി, അത്ര ഉണ്ടായതുള്ളൂ. വീണ്ടും ഖുർആൻ പറയുന്നു, ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ, അല്ലാ എന്ന് വിളിച്ചോളൂ, വേറെ ഒന്നിലേക്കും നിങ്ങൾ പോകണ്ട. ഇത് പച്ചയായി ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അള്ളാനോട് പ്രാർത്ഥിക്കുക എന്നതിൽ നിന്ന് ജനങ്ങളെ മുടക്കാൻ മാത്രമല്ല, അതിലേക്ക് വിളിക്കുന്നവരോടുള്ള അരിശം മൂത്ത് അവരോടുള്ള ദേഷ്യം അത് വളർന്ന് അവസാനം ഇസ്ലാമിന്റെ 5 വിധികളിൽ ഒരു വിധിയെടുത്തു. ഏതാ വിധി? ജായിസ്, അനുവദനീയം എന്ന വിധി. ഏത് കാര്യത്തിന്? ബദരീങ്ങളെ, മൊഹീദ്ദീൻ ശൈഖേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് പച്ചയായി ഫത്വ കൊടുത്ത ഒരു മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാളുടെ ഫത്താവ മുഹയ്യിസുന്ന എന്ന പുസ്തകമാണിത്. ഈ ഫത്താവ മുഹയ്യിസുന്നയുടെ 412 പേജിൽ നോക്കൂ നിങ്ങൾ, മുഹയ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഓരോ വരികളും നോക്കണം കേട്ടോ, ഓരോ വരികളും നോക്കണേ. വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, വിളിന്ന് വന്നു, വിളിയാവുമ്പോൾ യാ വരും, യാ അല്ലാ എന്ന് വരും. പിന്നെ പ്രാർത്ഥിക്കുക എന്നത് കേവലമായ ഒരു പദപ്രയോഗമല്ലല്ലോ. നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ ഒരു കേവല ചോദ്യം, ഒരു കേവല വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ. അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം, മനസ്സിൽ തട്ടിയുള്ള ചോദ്യമാകണം. ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ആണെങ്കിൽ ആയത്തും സ്വഹീഹായ ഹദീസും വേണമെന്നാണ് ചോദ്യം. അപ്പൊ എന്താ ഉസ്താദിന്റെ മറുപടി? അനുവദനീയമാണ്, ഒരു സംശയമില്ല, അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. അത് പച്ചയായ നുണയാണ്, ഒരു സംശയമില്ല. എങ്ങനെ സഹോദരങ്ങളെ, അള്ളാന്റെ കലാമിൽ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അല്ല എങ്ങനെ പറയാ നിങ്ങൾ മരിച്ചവരോടും പ്രാർത്ഥിച്ചോളി? അത് മാത്രം ആലോചിച്ചാൽ പോരെ. എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അല്ലാ എങ്ങനെ പറയും അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചോളൂ, ഔലിയാക്കളോട് പ്രാർത്ഥിച്ചോളൂ? അങ്ങനെ പറയോ? അങ്ങനെ വന്നാൽ ഖുർആൻ വൈരുദ്ധ്യമാകൂലേ? ഖുർആൻ പറഞ്ഞ ആശയത്തിന് ഖുർആൻ തന്നെ ഗണ്ണിച്ചു എന്നാകൂലേ? നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂറത്തു മാഇദയിലെ ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത് ഇയാൾ കൊടുത്തു. വലിയ എന്ന പദം കണ്ടപ്പോ ചാടിയതാണ്. എന്നാൽ ഖുർആൻ ആമന റസൂൽ പഠിച്ചില്ലേ നമ്മൾ? ആ ആമന റസൂലിൽ പറയുന്നില്ലേ നമ്മുടെ വലിയ ആരാണ്? അള്ളയാണ്. ആയത്തുൽ കുർസി പഠിപ്പിച്ച ഉടനെ പറഞ്ഞില്ലേ അല്ലാഹു വലിയുല്ലദീന ആമനു, ഈമാനുള്ളവർക്കുള്ള വലിയ അല്ലാഹുവാണ്. അത് ഊണിലും ഉറക്കിലും അല്ലയാണ്, രാവിലും പകലിലും അല്ലയാണ്, മരുഭൂമിയിലും അല്ലാത്തിടത്തും അല്ലയാണ്, എവിടെയും അല്ലയാണ്. വേറെ ആർക്കും അതിൽ പങ്കില്ല, അനുവദനീയമാണ് എന്ന മറുപടിയാണ് കൊടുത്തത്. അപ്പൊ ഈ മറുപടി കൊടുക്കാനുള്ള കാരണം അത് ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിന്റെ 469 പേജിൽ നമ്മുടെ ഷിയാ വിശ്വാസമായ കൊടുത്ത കഴിവ് തുളുമ്പി നിൽക്കുകയാണ്. അതിങ്ങനെ ചീർത്ത് വീർത്ത് നിൽക്കുകയാണ്. എന്താണ് അതിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർ അവസാനം പറയാണ്, എന്ത് കേൾക്കുവാനും ഇതാ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. അള്ളാന്റെ കഴിവേ, അള്ളാന്റെ കേൾക്കുക എന്ന കഴിവ്, അള്ളാന്റെ കാണുക എന്ന കഴിവ്, അള്ളാഹുവിന്റെ ഗ്രഹിക്കുക എന്ന കഴിവ്, അള്ളാഹുവിന്റെ അറിയുക എന്ന കഴിവ് ഔദാര്യമായി കൊടുത്തു. അതുകൊണ്ടാണ് ഇത് കൈകൊണ്ടൊന്നും ഇങ്ങനെ തൊടാൻ പറ്റിയ സാധനമല്ലത്. മനസ്സിലാവുണ്ടോ? വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയത്തിന് ഘടകവിരുദ്ധമായ ആശയം കുത്തി നിറച്ച ഒരു സാധനമാണ്. എന്നിട്ടാണ് സമസ്ത അവകാശപ്പെടുന്നത് ആദർശ വിശുദ്ധി. ഈ ഒറ്റ സാധനം പോരെ ആദർശം അശുദ്ധമാണെന്ന് തെളിയിക്കാൻ? എങ്ങനെ സഹോദരങ്ങളെ അനുവദനീയമെന്ന വിധി കൊടുക്കുക പറ്റുമോ? ഹറാം, പാടില്ല, നിഷിദ്ധം എന്ന വിധിയാണ്. എന്താ തെളിവ്? അറിയുക, മനസ്സിലാക്കുക, അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു തേടിയാലും ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആരോട് മനസ്സിലെ പ്രയാസങ്ങൾ പറഞ്ഞാലും ഖുർആൻ അർത്ഥ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു, ഹുവൽ ബാത്തിൽ, അത് പൊള്ളയാണ്, അത് പൊളിഞ്ഞതാണ്, തകർന്നതാണ്. എന്താ ബാത്തിലായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ അർത്ഥം? പൊളിഞ്ഞു. ഖുർആൻ പറയാ പൊളിഞ്ഞു. ഇവര് പറയാ അത് അനുവദനീയമാണ്. തീർന്നില്ല. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങൾക്ക് മേൽ സത്യം കൊണ്ട് അല്ലാഹു എറിഞ്ഞിരിക്കുന്നു. അല്ലാഹു എറിഞ്ഞിട്ടുണ്ട്. ഫയദ്മഉഹു, ആ സത്യം അസത്യത്തെ തകർക്കുകയാണ്. ഫൈദാഹുവ സാഹിഖുൻ, അതുകൊണ്ട് അത് പൊളിഞ്ഞില്ലാതെയാവുകയാണ്, അത് തരിപ്പണമാവുകയാണ്. ഒരു നൂറ്റാണ്ടുകാലത്തിലേറെയായി മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസരംഗത്ത്, ആദർശരംഗത്ത് തീർത്ഥ നവോത്ഥാനത്തിന്റെ വിജയം യാതൊരു സംശയവുമില്ല. എത്ര ജനങ്ങളാ ഈ സത്യം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നത്?
ഈ ഫത്താവ മുഹീസുന്ന വായിച്ചിട്ട് ഒരു 100 ആളുകൾ സമസ്തയിലേക്ക് പോയതുണ്ടോ ഈ പ്രസ്ഥാനത്തിൽ നിന്ന്? അള്ളാഹു ഔദാര്യമായി കൊടുത്തു എന്ന വരികൾ വായിച്ചിട്ട് ഒരു 100 ആളുകൾ ജാറത്തിന്റെ സേവകരായി മഖബറയുടെ പൂജാരികളായി മാറിയ ഒരു ചരിത്രം സമസ്തക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇങ്ങനെ വെട്ടി തുറന്ന് തെളിവുകൾ നിരത്തി പൊളിച്ചത് കൊണ്ട് 10,000 കടന്നു വന്നു. ഈ അടുത്ത് ബഹുമാനായ സലീം ബാക്കവി എന്ന ഒരു പണ്ഡിതന്റെ മരണവാർത്ത നമ്മൾ കേട്ടല്ലോ. അദ്ദേഹം ബാക്കവിയായി ഒരുപാട് കാലം സമസ്തയിൽ ഉണ്ടായിരുന്നു. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര പണ്ഡിതന്മാർ കടന്നു വന്നു ഇല്ലേ? സാധാരണക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാ? അവർക്ക് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അത് റബ്ബിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ നേരെ നിങ്ങൾ അശുദ്ധി ആക്ഷേപിക്കുമ്പോൾ വിശുദ്ധി അവകാശപ്പെടുന്ന നിങ്ങൾ തന്നെയാണ് അശുദ്ധിയുടെ കൂടാരത്തിൽ കഴിയുന്നത് എന്ന് മറന്നു പോകരുത്. അത് കൃത്യമായി ഓർത്തോളി. പിന്നെയോ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ ആയത്തോതിനാണ്. നിങ്ങൾ ആലോചിച്ചോക്കണേ, ആയത്തോതുക. എന്തിന്? മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ. കേരളത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ആദ്യം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ജാള്യതയുമില്ലാതെ മറുപടി കൊടുത്ത ആളാണ് കാന്തപുരം മുസ്ലിയാർ. ഒരു മടി ആൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾ ഓതിയ ആയത്തോ, ആ ആയത്ത് ഇരുട്ടിലിരുന്ന് അയാൾ ഓതിയാലും, മനസ്സിലാക്കണേ, വെളിച്ചം വേണ്ട, ഇരുട്ടത്തിരുന്ന് അയാൾ ഓതിയാലും ഒരക്ഷരം കൊണ്ടുപോലും മരിച്ചവരെ വിളിക്കാൻ ആ ആയത്ത് തെളിവല്ല. മനസ്സിലാണ്ടോ? കാരണം എന്താ? ആ ആയത്ത് പച്ചയായി പഠിപ്പിക്കുന്നു അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന സംശയം തീർക്കുന്ന ആയത്തെടുത്ത് ഓതിയിട്ട് അല്ലല്ലാത്ത ആളുകളെ വിളിക്കാൻ പ്രാർത്ഥിക്കാൻ ആയത്ത് ഉണ്ടാക്കുക. ഗതികേട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ. എന്തുകൊണ്ടാണ് അത് വന്നത്? വിശുദ്ധ ഖുർആൻ ഗണ്ണിതമായി പറഞ്ഞ കാര്യമാണ്. ലാ ബുർഹാന ലഹു, തെളിവില്ല മക്കളെ, ഉസ്താദുമാരെ, തെളിവില്ല, യാതൊരു പ്രമാണവുമില്ലാത്ത പണിയാണ്. എങ്ങനെ നിങ്ങൾ തപസ്സിരുന്ന് നോക്കിയാലും ചടഞ്ഞിരുന്ന് നോക്കിയാലും കുത്തിയിരുന്ന് ആദ്യം മുതൽ അവസാനം മുതൽ ആദ്യം വരെ നോക്കിയാലും ഒരായത്ത് കൊണ്ട്, ഒരു പദം കൊണ്ട്, ഒരക്ഷരം കൊണ്ട്, ഒരു പേജ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം എന്തിനാ ഖുർആൻ എന്തിനാ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥ ഖുർആന്. ആ ഖുർആനിന് എങ്ങനെ കൂട്ടരെ തെളിവ് കിട്ടുക? അതുപോലും ആലോചിക്കാനുള്ള വിവരം ഇല്ല എങ്കിൽ എന്താ സഹോദരങ്ങളെ ചെയ്യുക? പിന്നെ നോക്കൂ നിങ്ങൾ, പിന്നെയോ അതിനുവേണ്ടി പ്രത്യേക പ്രമേയം തന്നെ പാസാക്കി. അള്ളാഹു അല്ലാത്തവരെ, മരിച്ചവരെ നേരിട്ട് വിളിക്കാൻ പ്രമേയം തന്നെ പാസാക്കി. എന്ന് പാസാക്കി? 1933 പാസാക്കി. എത്ര വർഷമായി നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എത്ര വർഷമായി ശിർക്കിന് കൊടി പിടിക്കാൻ, ശിർക്കിന് കൂക്ക് വിളിക്കാൻ ഒരു പ്രമേയം പാസാക്കിയിട്ട് അവകാശപ്പെടുന്നു ആദർശ വിശുദ്ധി എന്ന്. മാത്രവുമല്ല, ഇനി തിരുത്താൾ അവസരങ്ങൾ കിട്ടുമ്പോൾ തിരുത്തണ്ടേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോ ഈ 100 വയസ്സ് കൊണ്ടാടാൻ പോകുന്ന സമയത്ത് അവർ കുറച്ച് പുസ്തകം ഇറക്കുന്നുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ പെട്ടതാണ് അവരുടെ പ്രമേയങ്ങളൊക്കെ പുസ്തകമാക്കുക എന്നുള്ളത്. പ്രമേയങ്ങൾ പുസ്തകമാക്കിയപ്പോ 1-ാം ഘട്ടം ഇറങ്ങി. ആ 1-ാം ഘട്ട പുസ്തകം ഇറങ്ങിയപ്പോ ആ പുസ്തകത്തിലും ഈ പ്രമേയം പച്ചക്കെടുത്തു കൊടുത്തു. ഏതാ പ്രമേയം നോക്കൂ നിങ്ങൾ. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇടതേട്ടം. അവിടെ നിർത്തല്ല, നേരിട്ടു വിളിക്കൽ. അപ്പൊ രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലായല്ലോ. ഇതെന്തിനെങ്ങനെ പറയണു അറിയോ? പേരോട് സഖാഫിയെ പോലെയുള്ളവർ അവരിങ്ങനെ കയറിയും ഇറങ്ങിയും കയറിയും ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താ? ഇടക്ക് പേരോട് സഖാഫി പറയും ഇടതേട്ടം, ഇടക്ക് മൂപ്പര് പറയും ഇസ്തിഗാസ, സഹായതേട്ടം, ഇടക്ക് മൂപ്പര് പറയും പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിക്കണ്ട. ഇങ്ങനെ മൂപ്പർക്ക് തന്നെ എവിടെ നിൽക്കണ്ടെന്ന് അറിയണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥ വരുമ്പോ ഈ പ്രമേയം കൊണ്ട് നമ്മൾ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചു പോന്നത് അശുദ്ധമായ ആശയമാണ്. എന്തേ കാരണം? ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇടതേട്ടം നടത്തണമെന്ന് ഈ പ്രമേയത്തിലൂടെ പറഞ്ഞത്.
തീർന്നില്ല, നേരിട്ട് വിളിക്കണം. യാ ശൈഖ് മുഹിയുദ്ദീൻ, അതേപോലെ യാ ശൈഖ് റിഫായി, യാ സിഎം മടവൂർ, യാ നബി അല്ലാ, അങ്ങനെ നേരിട്ട് വിളിക്കണം. അതുകൊണ്ട് തീർന്നില്ല, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ. അതാണ് ഇസ്തിഗാസ. മൂന്നും വന്നു, തവസ്സുൽ വന്നു, ദുആ വന്നു, ഇസ്തിഗാസ വന്നു. ഇത് മൂന്നും മരിച്ചവരോട് നടത്തണം. അഥവാ ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ കാര്യം എന്താണോ അതിന് ഘടകവിരുദ്ധമായി, അതിന് നേർവിപരീതമായി സമസ്തക്കാരെ നിങ്ങൾ പോകണം എന്ന് 933 പ്രമേയം. അതേ പ്രമേയം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വീണ്ടും അവരിങ്ങനെ പ്രസിദ്ധീകരിച്ചു വിടുക. എന്നിട്ട് പറയാ ആദർശ വിശുദ്ധി. എന്താ സഹോദരങ്ങളെ ഇതിനൊക്കെ നമ്മൾ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ആളാണല്ലോ ഈ CM മടവൂര്. ആ CM മടവൂരിനെ എല്ലാവരെക്കാളും മേലെ കൊണ്ടുവരാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പുറം എന്ന് വേണ്ട, അള്ളാഹുവിൻ്റെയും മുകളിലാണ്. അങ്ങനെയാണ്, അർശിൻ്റെയും കുർസിൻ്റെയും ഒക്കെ മുകളിലാണ് ഞാനുള്ളത്. അങ്ങനെയാണ് പോലെ വിശ്വാസം. ആ നിലക്ക് ഇവർ പരിചയപ്പെടുത്തുന്ന CM മടവൂർ, അയാളെ പറ്റി SYS ബുക്ക് സ്റ്റാൾ പുറത്തിറക്കിയ മൗലിദുൻ നൂർ ഫി വലിയില്ലാഹിൽ മദവൂരി എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 2ാമത്തെ പേജിലുള്ള ഒരു തോന്നിയാസം കാണണം നിങ്ങൾക്ക്. കേട്ടോളി, നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ഹദീസാണല്ലോ, അഷദ്ദുൽ ബലായി അൽ അംബിയാ, ഏറ്റവും കഠിന പരീക്ഷണ അംബിയാക്കൾക്കാണ്. അത് കഴിഞ്ഞാലോ സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നെ അവരെ പിൻപറ്റി വരുന്നവർ. ഇങ്ങനെയാണ് ഹദീസ് ഉള്ളത്. അല്ലാത്ത ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ ഇവർക്ക് ഇവരുടെ വ്യാജ ഔലിയാക്കന്മാരെ അംബിയാക്കൾക്ക് തുല്യരാക്കണം, അംബിയാക്കളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതിന് കാട്ടിയ പണി നോക്കൂ നിങ്ങൾ. കമാ ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദുന്നാസി അൽ അംബിയാഉ വൽ ഔലിയാ. ഇതേ ഒരു വെറും വാക്ക് പറഞ്ഞു പോയതാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. ഇതെന്താ അറിയോ? കമാ ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളെ തിരികെ കയറ്റി. പിന്നെ ഹദീസിന്റെ ബാക്കി എടുത്തു. എവിടുന്നാ ഈ ഔലിയാക്കൾ എന്ന പദം കയറിക്കൂടിയത്? അത് ഷിയായിസമാണ്, സൂഫിസമാണ്. അത് ഈ മലയാളക്കരയിൽ വേവുകയില്ല, ഇവിടെ വെച്ച് പൊറുപ്പിക്കുകയില്ല. ഇതെങ്ങനെയാണ് വിശുദ്ധമായ ആദർശമാവുക? മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവം എന്റെ മേൽ കളവ് പറഞ്ഞാൽ ഫല്ലതബവ്വഉ മഖഅദഹു മിനന്നാർ, അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലാഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതൈനാ മിൻഹുൽ വതീൻ. പ്രവാചകരെ, അള്ളാഹുവിന്റെ വചനങ്ങളിൽ, അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ അന്യായം കാണിച്ചാൽ, നിങ്ങൾ കേട് കാണിച്ചാൽ നിങ്ങളെ പൊക്കിയെടുക്കുകയും കണ്ടനാടി മുറിച്ചു കളയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുന്നറിയിപ്പ് കൊടുത്തില്ലേ? അല്ലാഹു താക്കീത് കൊടുത്തില്ലേ? ഇവർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടത് നിങ്ങൾ പറയും. ഇത് ഖുർആന്റെ ആയത്താണ്. എത്ര ഗൗരവകരമായ താക്കീതാണ്. ഇനി കേട്ടോളിം, തനി സൂഫിസം. വഖാല അബുൽ അബ്ബാസ് അൽ മർസിയു, സൂഫിയാണ്. ആ സൂഫി എന്താ പറഞ്ഞറിയോ? എന്താ പറയുന്നത്? മഅരിഫത്തുൽ വലി അസ്അബു മിൻ മഅരിഫത്തില്ലാഹ്, അല്ലാഹനെ അറിയുന്നതിനേക്കാൾ പ്രയാസം ഒരു വലിയനെ അറിയലാണത്രേ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ഈ വാക്ക് പറഞ്ഞത്? അല്ലാഹനെ അറിയൽ എളുപ്പമാണ്, അതുകൊണ്ട് എങ്ങനെയും അറിയാം. ഒരു വലിയനെ അറിയാൻ അല്ലാഹനെ അറിയുന്നതിനേക്കാൾ സമയം കൊടുക്കണോ? ഒരു വലിയനെ അറിയാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഈ വലിയിലേക്ക് നീ അടുക്കടോ എന്ന പിഴച്ച ആശയം, പിഴച്ച സൂഫിസം, പിഴച്ച ഷിയായിസം ഇവിടെയുള്ള ഓരോ മഹല്ലത്തിലെയും സാധാരണക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അതിനല്ലേ എഴുതി കൂട്ടിയത്? എന്താ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? പ്രവാചകരെ, ഫഅലം, നിർബന്ധമായും അറിയണം. ഒരു വലിയനെ കുറിച്ചല്ല, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണെന്ന് നിർബന്ധമായും അറിഞ്ഞോ എന്ന് ഖുർആൻ. അതിനേക്കാൾ ഇടങ്ങേറാത്രേ ഔലിയാക്കളെ കുറിച്ച് അറിയാൻ. എന്നിട്ടോ തീർന്നില്ല, പിന്നെ ഇയാളെ മദ്ഹ് ആലോചിച്ച് നോക്കണി. 12ാമത്തെ പേജിലെ മദ്ഹ് ഒന്ന് വായിക്കാം, കേട്ടോളി. എന്താ അറിയോ? ഈ മദ്ഹ് പറയാണ്, ഇതാ അയാ ശൈഖന, ഓ ഞങ്ങളെ ശൈഖേ,
കം മിൻ മജ്നൂനിൻ ബുരിഅ മിൻ ജുനൂനിഹി ഇൻദ റുയതികും. എത്രയെത്ര ഭ്രാന്തന്മാരാണ് നിങ്ങളെ കണ്ടപ്പോഴേക്ക് അവരെ ഭ്രാന്ത് പോയി എന്നാണ്. കണ്ടപ്പോഴേക്ക് ഭ്രാന്ത് പോയി. അയാൾ മരിച്ചതോ ഭ്രാന്തനായും കൊണ്ട്. ഇത് അവരെന്നെ പറയാട്ടോ, നമ്മൾ പറഞ്ഞതല്ല. കേട്ടോളിം. വകമ്മൻ ഹസീനിൻ സുലിബ മിൻ ഹുസ്നിഹി ഇൻദ മുലാഖാതികും. എത്ര സങ്കടപ്പെടുന്നവരാണ്, ദുഃഖിക്കുന്നവരാണ് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അവരെ സങ്കടമതാ ഒലിച്ചു പോവുകയാണ്. എന്തൊക്കെ രോഗം ഉണ്ടായിരുന്ന ആളാണ് CM മടവൂർ എന്ന് അവരെന്നെ പറയുന്നുണ്ട്. എന്തേ ആ രോഗം മാറ്റാൻ കഴിഞ്ഞില്ല? പിന്നെയോ വകം മിൻ മരീദിൻ ശുഫിയ മിൻ മറദിഹി ബിഖൗലികും. നിങ്ങളെ വാക്കുകാരണം എത്രയെത്ര രോഗികളുടെ രോഗമാണ് ശമനമായി കിട്ടിയത്. ആലോചിക്കണം. വകം മിൻ മുആനിദിൻ തഖഅദ വതാബ ഇൻദ ഹദറതികും. എത്രയെത്ര താന്തോന്നികളാണ്, മോശക്കാരാണ് നിങ്ങളെ സന്നിധിയിൽ വന്ന് ചടഞ്ഞിരുന്നു കൊണ്ട് നന്നായി പോയിട്ടുള്ളത്. വകം മിൻ ആസിൻ ഖറജ മിൻ ഇസ്യാനിഹി ബഅദ ലിഖായികും. എത്രയെത്ര ആളുകളാണ് നിങ്ങളെ കണ്ടപ്പോഴേക്ക് അവരുടെ ധിക്കാര സ്വഭാവങ്ങളൊക്കെ മാറിപ്പോയത്. ഇങ്ങനെ വാതോരാതെ ഇയാളെപ്പറ്റി ഇങ്ങനെ പറയാ. എന്തിനാ പറയണത്? ഇയാൾ ആരാകണം? മൂന്നാമത്തെ പേജിൽ കാണാ വഹീദുൻ ഫരീദുൻ ലാ യുവാഫിഖു മിസ്ലഹു. അങ്ങാരാണ് ശൈഖേ? അങ്ങാരാണ് മടവൂർ വലിയേ? അങ്ങ് വഹീദാണ്, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങ് ഫരീദാണ്. ലാ യുവാഫിഖു മിസ്ലഹു വലിയുൻ ജലീലുൻ ശൈഖ കുല്ലി ത്വരീഖ. എല്ലാ ത്വരീഖത്തിൻ്റെയും ഷെയ്ഖായ വലിയായ നിങ്ങൾക്ക് വഹീദായി, നിങ്ങൾക്ക് ഫരീദായി, നിങ്ങൾക്ക് മിഥിലായി ആരുമില്ല എന്ന് പാമര ജനങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. എന്നാലോചിച്ച് നോക്കണേ. ലൈസക മിഥിലിഹി ഷൈഉൻ. അല്ലാഹനെ പോലെ ഒന്നും തന്നെയില്ല. ഖുർആൻ പഠിപ്പിക്കുക. പ്രവർത്തിക്കും എന്ന് എഴുതി വെച്ചത് എത്ര കാലമായി പറയുന്നു. എന്താ തിരുത്താത്തത്? എന്താ ഒഴിവാക്കാത്തത്? പിന്നെ എവിടെയാണ് ആദർശ വിശുദ്ധി? അതുകൊണ്ട് തീർന്നില്ല. കമ്മരീദിൻ ഖദ് അതാ കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദവൂർ വലി. രോഗികൾ ഇങ്ങനെ വരികയാണ്. അവരിങ്ങനെ വരുമ്പോൾ അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട എന്ന് പറയുമ്പോഴേക്ക് ആ രോഗം മാറുകയാണ്. കം ഖുറൂബാത്തിൻ കശഫ്തുൻ അൻ ഹസീനിൻ തായിൻ ഫക്ഷിഫൻ അന്നർറദാ യാ ശൈഖനാ മദവൂർ വലി. ഒരുപാട് കറുത്തിലുണ്ട പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടാകുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരുന്ന വലിയാണ് നിങ്ങൾ. ഇങ്ങനെ പാടുക. പാട് മാത്രമല്ല, ജനങ്ങളോട് ഇതൊക്കെ ആഹ്വാനം ചെയ്യുക. ഇനി സാക്ഷാൽ പേരോട് മുസ്ലിയാർ യാ നബിയല്ലാ എന്നെ വിളിക്കണം. ഇത് കാന്തപുരത്തിൻ്റെ കേരള യാത്രയിൽ മൂപ്പര് കുടുങ്ങിയിട്ട്, അഥവാ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ആളുകൾ സമസ്തയെ കശക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ വീണ്ടും യാ നബിയല്ലാ എന്ന് വിളിച്ച് ഇസ്തിഗാസ നടത്തണം. കേട്ടോളി, പറയട്ടെ. നിസ്കരിക്കുന്നു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു. അതാണല്ലോ ആ നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക, നിന്റെ നബിയെ അടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. നബിയ്യിർ റഹ്മ, അത് കാരുണ്യത്തിന്റെ നബിയാണ്. ആ നബി മുഖേനയാണ് കാരുണ്യം ലഭിക്കുന്നത്. കാരുണ്യത്തിന്റെ നബിയാണ്. ആ നബിയെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു അല്ലാ. അത് പറഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടത്? പിന്നെ നബി തങ്ങളെ നേരിൽ വിളിച്ച് ഇസ്തിഗാസ ചെയ്യണം. അതാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. യാ മുഹമ്മദ്. കേട്ടല്ലോ. പിന്നെ നബി തങ്ങളെ നേരിട്ട് വിളിച്ച് ഇസ്തിഗാസ നടത്തണം. കുറച്ച് മുമ്പ് ഇയാളെ വാദം ചെയ്യുന്നു, നേരിട്ട് വിളില്ല, തവസ്സുലാണ്, ഇടതേട്ടമാണ്. അതിന്റെ മുമ്പെന്നെ സമസ്തക്കുള്ള വാദം എന്താ? നേരിട്ട് വിളിക്കണം, ഇസ്തിഗാസ നടത്തണം, തവസ്സുൽ നടത്തണം. മൂന്നായി തന്നെ പഠിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും AP വിഭാഗ സമസ്തയിൽ നല്ല പ്രശ്ന. എന്തേ കാരണം? കുറേ ആളുകൾ പറയുന്നു പേരോടിൻ്റെ ഈ പോക്ക് ശരിയല്ല. കുറേ ആളുകൾ വേറെ അഭിപ്രായം പറയുന്നു. പുറത്താണെങ്കിൽ അവർ തമ്മിൽ ആദർശപരമായ സംഘട്ടനമാണ്. ഇത് പറയുമ്പോൾ ബേജാറാകരുത്, അത് എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ? ആദർശം തെറ്റിയത് കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവരാദർശം ഒന്നാണ്. മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും എങ്ങനെ ഇട്ടാലും ഒരാദർശമാണ്. ആ ഒരു ആദർശത്തിന് വേണ്ടി സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ട് വേറെ പോയ ആളുകൾ പരസ്പരം പഴിചാരുകയാണ്. ഇപ്പൊ ഇത്
അഷ്റഫുൽ അൽവാൻ ഫി തഖരീബി മൗലി ഷറഫൽ അനാം എന്ന് പറഞ്ഞ് മർക്കസിലുള്ള ഒരു ബാഖവി ഉസ്താദ് എഴുതിയ പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ ഇസ്തിഗാസയെ പറ്റി പറയാണ്. ഏത്? യാ നബി അല്ലാ, യാ റസൂൽ അല്ലാ എന്നൊക്കെ വിളിച്ചു പറയുന്ന ഇസ്തിഗാസ ഉണ്ടല്ലോ, ആ ശിർക്കൻ ഇസ്തിഗാസ, അതിനെക്കുറിച്ച് പറയാണ്. ഫൽ ഇസ്തിഗാസതു ആദത്തുൻ ജാരിയത്തുൻ ബൈന സലഫ്. ഈ ശിർക്കൻ ഇസ്തിഗാസ പൂർവികരിൽ പതിവായി ഉണ്ടായിരുന്നുവത്രേ. ആദ്യം തന്നെ ഒരു വലിയ കളവാണ്. ലാ കമാ യഫ്അമു ബഅദുൻ നാസ് ഫി സമാനിൽ ഹാദിർ. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെയല്ല. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് പേരോട് സഖാഫിക്കുള്ള നല്ല കുത്താണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് മാത്രമല്ല, ഒരു നൂറ്റാണ്ടിലേറെയായി പറഞ്ഞു വരുന്നു. പിന്നെയോ മിൻ അന്നഹും യഖൂലൂന, അവർ പറയുകയാണ്, ലാ അഖൂമു ബിൽ ഇസ്തിഗാസ, ഇസ്തിഗാസ എന്ന് പറയാൻ പാടില്ല, ബൽ നതവസ്സലൂ. തവസ്സുല് എന്ന് പറഞ്ഞാൽ മതി, നേരിട്ട് വിളിക്കണം എന്ന് പറയണ്ട, ഇടതേട്ടം എന്ന് പറഞ്ഞാൽ മതി. ആരാ ഈ വാദം പറഞ്ഞത്? ആരാ ഈ വാദം പറഞ്ഞത്? മുജാഹിദുകളല്ല, സലഫികളല്ല. സലഫികൾ പറഞ്ഞ എന്താ? ഇടതേട്ടം അല്ലാഹുവിനോട്, നേരിട്ട് വിളി അല്ലാഹുവിനോട്, സഹായതേട്ടം എപ്പോഴായാലും അല്ലാഹുവിനോട്. അത് വേറെ ആർക്കും പാടില്ല. മരിച്ചവരോട് പാടില്ല, പ്രവാചകന്മാരോട് പാടില്ല, ജിന്നുകളോട് മലക്കുകളോട് പാടില്ല, ജന്തുക്കളോട് സസ്യങ്ങളോട് പാടില്ല, ജീവനുള്ളവരോട് പാടില്ല, ആരോടും പാടില്ല, അല്ലാഹുവിനോട് മാത്രം. എന്നിട്ട് പറയാണ്, അങ്ങനെ പറഞ്ഞാൽ ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീന വസിന്ദീഖീൻ. കണ്ടോ, അങ്ങനെ പറയുന്നവരാരാ? തനിച്ച കപടന്മാരുടെയും അഗ്നി ആരാധകരുടെയും മാർഗത്തിലാണ്. ലിഅന്നൽ ഇസ്തിഗാസ വാജിബുൻ അലാ കുല്ലി മുസ്ലിം വമുസ്ലിമ 5 മറ ഫീ കുല്ലി യൗമിൻ വലൈല അലൽ അഖൽ. ചുരുങ്ങിയത് ഒരു ദിവസം 5 തവണയെങ്കിലും മരിച്ചവരെങ്ങനെ വിളിച്ചുകാണ്ട് ശിർക്ക് ചെയ്യൽ നിർബന്ധാണ്. മുസ്ലിയാക്കന്മാരെ അങ്ങനെയല്ല, 5 തവണ 17 പ്രാവശ്യം നിർബന്ധമായും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയാൻ പഠിപ്പിക്കപ്പെട്ടവരാ വിശ്വാസികൾ, അല്ലാതെ ഈ പണി ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരല്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് കോലം. ഇനി നിങ്ങൾ നോക്കാണ്, ഇത് തവസ്സുൽ ഇസ്തിഗാസ ചരിത്രങ്ങളിലൂടെ. ഈ പുസ്തകം ആരിറക്കിയതറിയോ? ഇവിടെ 100 ആഘോഷിക്കാൻ പോകുന്ന ആളുകൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇറക്കുന്ന പുസ്തകത്തിൽ പെട്ടൊരു പുസ്തകമാണ് ഇറക്കി. എന്താണ് ഈ പുസ്തകം പറയണത്? എന്താ കേട്ടോളിയും. മരണപ്പെട്ട മഹാത്മാക്കളോടുള്ള സഹായാർത്ഥന മുസ്ലിം ലോകത്ത് നടപ്പുള്ള സമ്പ്രദായമാണ്. വളരെ ഫലപ്രദവും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതും മഹാന്മാർ അനുവർത്തിച്ചതുമായ ഈ സഹായാർത്ഥന ശിർക്കാണെന്ന് പറഞ്ഞ് മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ വഹാബി കൂട്ടുകെട്ടുകൾ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. നല്ല രസമുള്ള വരികളാ. എന്താ കാരണം എന്നറിയോ? ഇവിടുത്തെ ചില വാക്കുകൾ മാറ്റിയാൽ ഇതിൽ കൊടുത്ത ആയത്തുകളും ചരിത്രങ്ങൾ സ്വഹീ അല്ല. ഇനി സ്വഹീ ആണെങ്കിൽ തന്നെ അതിനെ കോട്ടിമാറ്റി. ആയത്തുകളോ അങ്ങനെ പഠിപ്പിക്കുന്ന ആയത്തുകളും അല്ല. എന്നിട്ട് പറയുക നമ്മൾ ദുർവ്യാഖ്യാനിക്കുക. പിന്നെ തബ്ലീഗരതി കൊണ്ടല്ല. കാരണം തബ്ലീഗരും നിങ്ങളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അവർക്കും അജ്മീറും നാഗൂറും മുത്തുപ്പേട്ടയും ഒക്കെ വേണം, നിങ്ങൾക്കും അത് വേണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരണ്ട. ഞങ്ങൾ ആശയപരമായി അവരെ നേരിടുന്നവരാണ്, പ്രാമാണികമായി നേരിടുന്നവരാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പുസ്തകത്തിൻ്റെ കോലാത്. എന്നിട്ട് പറയുന്നു ആദർശ വിശുദ്ധി. അതുകൊണ്ടാ പറഞ്ഞത് അശുദ്ധമായ ആദർശത്തിൻ്റെ 100 വർഷങ്ങൾ. അതാ പറയേണ്ടത്, അല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത്. ഇനി നോക്കൂ, നിങ്ങൾ പച്ചയായി ജാറങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന ഒന്ന്, മദീനത്ത് പോയി സാധാരണക്കാരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നു, തളിപ്പറമ്പ് ജാറത്തിൽ വെച്ചും ശിർക്ക് ചെയ്യുന്ന 2 രംഗങ്ങളും ഒന്ന് പെട്ടെന്ന് കേൾക്കുക. യാ റസൂലല്ലാഹ്, തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഈ പാപികളെ ഏറ്റെടുക്കണേ. യാ റസൂലല്ലാഹ്, എല്ലാ പാപങ്ങളും ചെയ്തവർ അങ്ങയുടെ ജീവിതകാലത്ത് കേട്ടല്ലോ, ആയത്തോതിയിട്ട് പാപം ചെയ്തവർക്ക് അങ്ങയുടെ തിരുസവിധത്തിൽ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കുമ്പോ ശരി. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ദർശനത്തിൽ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ്.
ബഹുമാനപ്പെട്ടവരെ ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ. ബഹുമാനപ്പെട്ട മഹാനവർകളെ, ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ലാ. ഞങ്ങളിവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ. കൈയ്യരുതേ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നോക്കണേ യാ. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ജാറത്തിൽ കിടക്കുന്ന ആളെങ്ങനെ വിളിക്കുക? പിന്നെ എവിടെ വരെ അള്ളാനെ വിളിക്കുമെന്ന് ആലോചിച്ച് നോക്കാണ്. ഉസ്താദുമാരാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താക്കാര സഹോദരങ്ങളെ? അപ്പം ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഹ്വാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പ്രമേയങ്ങളും വിധി പറയലുമൊക്കെ ഇവിടെ കേരള മണ്ണിൽ നടത്തിയിട്ട് ആദർശ വിശുദ്ധി അവകാശപ്പെടുന്നു. അതാണ് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത. അതിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, കരകയറ്റാനുള്ള പണിയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തു വന്നത്. പിന്നെയോ കള്ളക്കഥകൾ കൊണ്ട് ആദർശത്തെ കളങ്കപ്പെടുത്തിയവരാണിവർ. ചില്ലറക്കാരല്ല, കള്ളക്കഥകൾ കൊണ്ട്. ഏത് മാലകൾ എടുത്തു നോക്കിയാലും, വഹീദി മാല, റിഫായി മാല, ഏത് മാല എടുത്തോളി, ആ മാലകൾ ബദർമാലയാകട്ടെ മങ്കൂസ് മൗലിദാകട്ടെ ഒക്കെ എടുത്തു നോക്കിയാലും കള്ളക്കഥകൾ മാത്രമാണ്, സ്വപ്ന കഥകൾ മാത്രമാണ്. ആ കഥകൾ കൊണ്ട് ആദർശത്തെ കശക്കാനും കളങ്കപ്പെടുത്താനും തയ്യാറായവർ അവസാനം എന്ത് പറഞ്ഞു? ലോകം നിയന്ത്രിക്കുന്നവരാണ് ഔലിയാക്കൾ. ആലോചിക്കണം. മുദബ്ബിറുൽ ആലം, അന മുദബ്ബിറുൽ ആലം എന്ന് മടവൂർ പറഞ്ഞു തരേ. മടവൂര് മാത്രല്ല, മടവൂര് മുമ്പാര് പറഞ്ഞു? കേൾക്കും, പറയട്ടെ, കേട്ടോളി. തഫ്രീഉൽ ഖാത്തിർ, തഫ്രീഉൽ ഖാത്തിർ, തഫ്രീഉൽ ഖാത്തിറിൽ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു. ഖുതുബുൽ ആലം 2 സ്ഥലത്തുണ്ട്. 44-ാമത്തെ പേജിലുണ്ട്, 45-ാമത്തെ പേജിലും മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടല്ല. മൊയ്തീൻ ശൈഖ് ഖുതുബേ ആയിട്ടുള്ളൂ, ഖൗസേ ആയിട്ടുള്ളൂ. ഓ, മടവൂർ തങ്ങൾ ഖുതുബുൽ ആലം മൊയ്തീൻ ശൈഖിൻ്റെ അപ്പുറത്തായോ എന്ന് ചോദിക്കണ്ട, രണ്ടും തന്നെയാണ്. തഫ്രീഉൽ ഖാത്തിറിൽ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു. ഖുതുബുൽ ആലം 2 സ്ഥലത്തുണ്ട്. 44-ാമത്തെ പേജിലുണ്ട്, 45-ാമത്തെ പേജിലും മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടല്ല. മൊയ്തീൻ ശൈഖ് ഖുതുബേ ആയിട്ടുള്ളൂ, ഖൗസേ ആയിട്ടുള്ളൂ. കേട്ടല്ലോ, മൊഹീദ്ദീൻ ശൈഖ് ഖുതുബേ ആയിട്ടുള്ളൂ, ഖൗസേ ആയിട്ടുള്ളൂ, ഖുതുബുൽ ആലം ആയിട്ടില്ല. ഓർക്കടിലെ തർക്കാണ്, പ്രശ്നമാണ്. ഇസ്ലാം പറഞ്ഞു സഹോദരങ്ങളെ, കുത്തുബും അതേപോലെ മുദബ്ബിറും അതൊന്നും ഔലിയാക്കളിലില്ല. അതാര് മാത്രമാണ്? അല്ല മാത്രമാണ്. വമൻ യുദബ്ബിറുൽ അംറ, ഖുർആന്റെ പച്ചയായ ചോദ്യമല്ലേ? ആ റബ്ബിന്റെ വിശേഷണത്തെ, ആ റബ്ബിന്റെ കഴിവിനെ മരിച്ചുപോയ വ്യാജന്മാരിലേക്ക്, ആളുകളിലേക്ക് ചേർത്തിക്കൊടുത്താൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. തഫ്രീഉൽ ഖാത്തിറൊക്കെ സൂഫി ഖിതാബ, അതൊന്നും ഇസ്ലാമിന്റെ ആശയത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഖുർആൻ പച്ചയായി പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളെ റബ്ബ് അല്ലയാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാറ്റിൻ്റെയും സട്ടാവാണ് അല്ലാഹു, അവനാണ് എല്ലാറ്റിൻ്റെയും വക്കീൽ, കൈകാര്യകർത്താവ് അല്ലാഹുവാണ്. അതിങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ സൂഫി ഷിയ ആശയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക എന്തുമാത്രം വലിയ അബദ്ധമാണ്, തെറ്റാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുക. ഇനി അയാൾ മാത്രമല്ല, കോഴിക്കോട് ഒരു അപ്പവാണിഭ നേർച്ചയുണ്ട്. അവിടെ കിടക്കുന്ന ഷെയ്ഖു ആരാണ്? കേട്ടോളി, പറയട്ടെ. ഇനി ഇ കെ ഉസ്താദിന്റെ തന്നെ അപ്പവാണിഭ ശൈഖ് അവറുകളുടെ മൗലിദ് മഹാനായ ശംസുദ്ദീൻ അബുൽ വഫ മുഹമ്മദ് ഇബ്നു അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദിൽ ഇ കെ ഉസ്താദ് ലഖത് തസ്രീഫു ഹുകുമുല്ലാഹ് അലൽ അഖ്വാനി ബിഇദ്നില്ലാഹ് ഫമിൻകൻ നദറു നദറുല്ലാഹ് വശംസുദ്ദീൻ വലിയുല്ലാഹ്. എന്താണ് ആ വരിയിൽ പറഞ്ഞത്? ലഖത് തസ്രീഫ്, കൈകാര്യം ചെയ്യാനുള്ള അധികാരം അല്ലാഹു അങ്ങേക്ക് തന്നിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഹുക്കുമാണ്, അങ്ങ് കൈകാര്യം ചെയ്യാ. അലൽ അഖ്വാനി ബിഇദ്നില്ലാഹ്, എല്ലാ ലോകങ്ങളുടെ മേലിലും അങ്ങേക്ക് വലിയ അധികാരങ്ങളുണ്ട്. എല്ലാ ലോകവും കൈകാര്യം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്ന്
മഹാനരായ ശംസുലമ ഇ.കെ. ഉസ്താദ് അവറുകൾ എഴുതുക. കേട്ടല്ലോ, കോഴിക്കോട് ഇടിയങ്ങര ജാറത്തിലുള്ള അപ്പവാണിഭ നേർച്ച നടക്കുന്ന ആളെ പ്രത്യേകത ഇപ്പൊ പറയണതേ, അയാൾക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട്. ഒന്നാലോചിച്ച് നോക്കണം. മൊഹീദ്ദീൻ മാലയിലൂടെ ആളുകൾ ചൊല്ലിപ്പറഞ്ഞല്ലോ, ഭൂമിയൂരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ഭൂമിയെ ഉരുണ്ട രൂപത്തിൽ ഇങ്ങനെ മൊഹീദ്ദീൻ ശൈഖ് പിടിച്ചിരിക്കുകയാണത്രേ. എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എൻ്റെ കണ്ണെപ്പോലും ലൗഹിൽ അതെന്നോവർ. ആലോചിച്ച് നോക്കാം നിങ്ങൾ. ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പാടുക. ഇയാളെ പറ്റി മാത്രമല്ല, എന്താണ് മടവൂർ ശൈഖിനെ പറ്റി പാടിയത്? നർജൂക സക്കിനു ഫൂസനാ മിൻ ദായിഹാ ഫൽആന ഹയ്യുൻ അൻത ഖുതുബൽ ആലമീ. ഞങ്ങളുടെ മനസ്സുകൾക്ക് വിശുദ്ധി നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഖുതുബുൽ ആലമേ, ലാ മൗത ലിൽ അഖ്താബി ഇന്നമ മാതഹും അഖ്വാ ഹയാത്തിൻ തമ്മ ഖുതുബൽ ആലമീ. ഖുതുബുൽ ആലമുകൾക്ക് മരണമില്ല, അവർ മരിച്ചാലും ശക്തി കൂടുമെന്നാണെന്ന പച്ചയായ നുണ, ശുദ്ധമായ കളവ്, അതങ്ങനെ പാടി എഴുതി പ്രചരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തേ വഫാത്തിന് ശേഷം കഴിവ് കൂടിയില്ലേ? സ്വഹാബത്തുൽ കിറാമിന് ആർക്കും കൂടിയില്ലേ? എങ്ങനെയാണ് ഇവർക്ക് മാത്രം കൂടുക? അതെങ്ങനെ ഉണ്ടാകും? അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ പാടി പറയുക തീർന്നില്ല. അജ്മീർ ഖാജ മരിച്ച ഒരു കുട്ടിനെ ജീവിപ്പിച്ചു. കേട്ടോളി, കള്ളക്കഥ കേട്ടോളി. ഹജപ്പാപ്പ ഇങ്ങനെ വയന്ത് പറയുന്ന സമയത്ത് ഒരു ഉമ്മ വന്നിട്ട് കരയുന്നു, വല്ലാതെ കരയുന്നു, ശക്തമായി കരയുന്നു. ഹാജപ്പാപ്പ പറഞ്ഞു, ആരാണ്, എന്തിനാ ഒരു ബീവി കരയുന്നല്ലോ, ഒരു പെണ്ണ് കരയുന്നല്ലോ. അന്വേഷിച്ചു, അത് വിളിച്ചു. എന്താണ്? അവർ പറഞ്ഞു, എൻ്റെ മോനെ മരിച്ചു കിടക്കുകയാണ്. ഹാജപ്പാപ്പ, എനിക്കൊരു മോനാണ്, എനിക്ക് എൻ്റെ മോനെ ഹയാത്തായി കിട്ടണം. കരയാൻ തുടങ്ങി. ഹാജപ്പാപ്പ പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. അല്ലാ, അവിടെ നിന്ന് ഉടനെ എന്താ ചെയ്തത്? പരിഹാരം വേഗം കുറച്ചാളെയും കൂട്ടി വേഗം ആ വീട്ടിലേക്ക് പോകുന്നു. മരിച്ചു കിടക്കുന്ന ആ മയ്യത്തിൻ്റെ അടുത്ത് എന്ന് തുണി ഇങ്ങോട്ട് മാറ്റിയിട്ട് കുമ്പി ഇതിനില്ല, മോനെ എഴുന്നേൽക്ക്. മോനെ എഴുന്നേൽക്കുന്നു. മാഷാ അല്ലാ, ഒന്ന് തടവിക്കൊടുക്കുന്നു, ഹയാത്താക്കുന്നു. ചത്തേ ജഗത്തീനെ ജീവൻ ഇടിച്ചു. കേട്ടല്ലോ മൊഹീദ്ദിമാരെ തെളിവ്. ചത്തേ ചകത്തീന് ജീവനിടിച്ചോവർ. വല്ല മാജിക്കാരനും ആണെങ്കിൽ ഓയിക്കോട്ടെ, അല്ല ഇപ്പം എന്താ പറയുക. പിന്നെ അതുമല്ല, ഈ കള്ളക്കഥ പാസ്സായി കിട്ടണമെങ്കിൽ ചില കോഡുകളുണ്ട്. എന്താ? അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇങ്ങനത്തെ കോഡ് ഉപയോഗിച്ചാലേ കള്ളക്കഥ പാസ്സായി കിട്ടുള്ളൂ. എന്താ സഹോദരങ്ങളെ ഇത്? ഇതേ ജീലാനിയെ പറ്റി ജീലാനിയും പാതിരിയും തമ്മിലുണ്ടായ ഒരു കള്ളക്കഥ ഉണ്ട്. എന്താ? അവിടെ കുംബിദിനില്ല എന്നല്ല, കുംബിദിനി, എൻ്റെ അനുമതിയോടെ എണീക്കൂ. ആര്? എൻ്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്ന്. ആരെപ്പറ്റി? ഇതേ ജീലാനിയെ പറ്റി. ഇനി മടവൂർ തങ്ങളെ പറ്റിയോ? അഹിയൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീ. പാമ്പ് കടിയേറ്റ് മരിച്ച ഒരാളെ ഇതാ അയാൾ ജീവിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ലോകത്ത് ആർക്കും മരിക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലും. കാരണം ആര് മരിച്ചാലും നമുക്ക് ഇഷ്ടം. ബാപ്പ മരിച്ച ഇഷ്ടമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓടിയ പോരെ, ബാപ്പ മരിച്ചു ഹയാത്താക്കണേ, കുട്ടി മരിച്ചു ഹയാത്താക്കണേ, ഇന്നെ നോക്കാനുള്ള കുട്ടിയാണ് ഹയാത്താക്കണേ പറഞ്ഞാ പോരെ. എന്താ ഇവര് മരിക്കുമ്പോൾ ഹയാത്താകത്ത്? അങ്ങനെയുണ്ടല്ലോ. ഇവരൊക്കെ ഹയാത്തിലുണ്ടെങ്കിൽ എന്ത് സുഖ. അപ്പൊ ഇവര് മരിക്കാതിരുന്നൂടെ? എന്താ അങ്ങനെ നടക്കാത്തത്? അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ കുറെ കള്ളക്കഥകൾ. ഇനി വീണ്ടും അജ്മീർ ശൈഖിനെ പറ്റി പറയുന്നത് കേട്ടോളി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജാ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് റജബ് 6 ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ തന്റെ മുരീദുമാരെല്ലാം ചുറ്റുഭാഗത്തിങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ ഖാജാ തങ്ങളെ നെറ്റിത്തടത്തിൽ ഒരു പ്രകാശത്തിന്റെ എഴുത്തിങ്ങനെ മിന്നി മറയുന്നു. മുഖത്ത് നെറ്റിത്തടത്ത് ഒരു പ്രകാശത്തിന്റെ എഴുത്തിങ്ങനെ മിന്നി മറയുന്നു. എന്താണ് ആ കാണിക്കുന്ന എഴുത്ത്? ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. ഈ വേർപിരിയാൻ പോകുന്ന മഹാനുണ്ടല്ലോ, കേട്ടല്ലോ, നെറ്റിത്തടത്തിലേ ഹാദാ ഹബീബുല്ലാഹ്. അജ്മീർ ജാറത്തിക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയാണേ. എന്താ സഹോദരൻ, കഴിഞ്ഞ പ്രൂഫ് പോയിന്റ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വിശദമായിട്ടൊന്ന് കേൾക്കണം. എന്താ ഇതൊക്കെ?
ഇത് ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ആരും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടോന്ന് അല്ലങ്ങനെ നെറ്റിമ എഴുതി കാണിച്ചു കൊടുക്കാത്ത ഹാദാ ഹബീബുല്ലാ അങ്ങോട്ട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അടയാളങ്ങൾ വേറെയാണ്. അത് ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്, അത് ഉൾക്കൊള്ളണം. അപ്പം ഇതൊന്നും കേട്ട് നമ്മൾ അത്ഭുതപ്പെടണ്ട. എന്തെന്നറിയോ, സമസ്ത ഇവിടെ ഉണ്ടാക്കിയത് ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല, ഖുർആൻ പ്രചരിപ്പിക്കാനല്ല എന്ന് അവരെന്നെ പറഞ്ഞു. അത് കേട്ടോളി. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കേട്ടല്ലോ, എന്ത് ആവേശത്തിലാ പ്രസംഗിക്കണത്. ഇതാണ് ഞങ്ങൾ നിങ്ങളെ പ്രമേയം മാറ്റണം എന്ന് പറയണത്. ഇതെങ്ങനെ വിശുദ്ധ ആദർശമാവുക? ഗൗസുൽ ആദമിനെ വിളിക്കാനാണോ? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, 23 വർഷക്കാലത്തിൽ ഞാൻ ഇതാ ഈ ദീൻ പ്രചരിപ്പിച്ചു, പഠിപ്പിച്ചു. ഇത് പൂർത്തിയാക്കി തന്നത് യാ മുഹമ്മദ്, യാ റസൂൽ, യാ ഹബീബ്, യാ ഖലീൽ ഇങ്ങനെ വിളിക്കാനാണ് എന്ന് പറഞ്ഞോ? ഇല്ല. കുൽ പ്രവാചകരെ പറയുക, ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടത്. സാക്ഷാൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ വരെ അഭിപ്രായപ്പെട്ട എന്തറിയാറോ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദാണ്. ആര്? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ, ചില്ലറക്കാരൻ പറഞ്ഞതല്ല. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രയോഗിച്ചാലും അതൊരു സാധാരണ വിളി ഉദ്ദേശിച്ചാണ്. എങ്ങനെ സഹോദരങ്ങളെ സാധാരണ വിളിക്ക് നമ്മൾ പ്രാർത്ഥന എന്നുള്ള പ്രയോഗം നടത്തുക? അത് പറ്റുമോ? ഞാനിപ്പോൾ ഒരാളെ വിളിച്ചപ്പോൾ ഞാൻ എന്നെ വിളിച്ചതല്ലടാ, എന്നോട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറയോ? ഒരാൾ മുക്കുബണ്ടം കാണിച്ചിട്ട് ഇത് സ്വർണ്ണാണെന്ന് തമാശക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വർണ്ണാണെന്ന് പറഞ്ഞ് അതിനെ സ്വർണ്ണടാക്കാൻ അയാൾക്ക് പറ്റുമോ? ഇല്ല. മുക്കുബണ്ടം മുക്കുബണ്ടമാണ്, സ്വർണം സ്വർണമാണ്. സാധാരണ വിളി സാധാരണ വിളിയാണ്, പ്രാർത്ഥന പ്രാർത്ഥനയാണ്. അത് അല്ലാഹു അല്ലാത്ത ആർക്കും കൊടുക്കാൻ പാടില്ല. അത് മനസ്സിൽ നിന്ന് ഉയരേണ്ടത് അല്ലാഹുവിലേക്കാണ്. അപ്പോൾ പ്രമേയം നിങ്ങൾ മാറ്റുക. സമ്മേളനം പൊടി പൊടിച്ചോളിയും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്ങനെ വേണം? അശുദ്ധമായ ആദർശത്തിൻ്റെ 100 വർഷങ്ങൾ എന്നാക്കുക. ഇങ്ങനെയൊക്കെ എഴുതിയും പ്രസംഗിച്ചും പറഞ്ഞും പോയിട്ട് പിന്നെയും ഒരു ലജ്ജയുമില്ലാതെ കേരള യാത്രയിൽ ഒരാൾ പ്രസംഗിച്ചു എന്ന് കേട്ടോളി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെട്ടത് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിറ അൽ ഹഖ്. ആരൊക്കെ വഴിതെറ്റിപ്പോയാലും, ആർക്കൊക്കെ മാർഗഭ്രംശം സംഭവിച്ചാലും, ആരൊക്കെ മതയുക്തിവാദങ്ങളിലേക്കും ലിബറൽസിലേക്കും വഴിതെറ്റിപ്പോയാലും, ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം. ഒന്ന് കേട്ടില്ല നിങ്ങൾ? ഇത് വല്ലാത്തൊരു മനക്കരുത്തുള്ള വർത്താനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, ഇതാണ് പറഞ്ഞത്. ഇസ്ലാം എന്ന കുട നിവർത്താതെ അന്ധവിശ്വാസ അനാചാരങ്ങളെ വെളുപ്പിക്കാൻ കഴിയില്ല. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഏതാ ഹഖ്? ഏതാ? അല്ലാഹ് എന്ന് വിളിക്കൽ, റബ്ബേ എന്ന് വിളിക്കൽ, മുഹിയുദ്ദീൻ ശൈഖെ എന്ന് വിളിക്കലല്ല, മമ്പുറന്തങ്ങളെ എന്ന് വിളിക്കലല്ല, CM മടവൂരെ എന്ന് വിളിക്കലല്ല, നെല്ലിക്കുത്തുപ്പാപ്പ എന്ന് വിളിക്കലല്ല, പുത്തമ്പള്ളി വലിയേ, ഭീമാപള്ളി വലിയേ എന്ന് വിളിക്കലല്ല. അതാണോ? എങ്ങനെ ഇത് രണ്ടും യോജിക്കുക? നിങ്ങൾ പറയും, ഇത് രണ്ടും എങ്ങനെ യോജിക്കും? മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. 1400 വർഷത്തുള്ള ആ സത്യം പറയാനാണ് സമസ്ത ഉണ്ടാക്കിയത്. എങ്ങനെ യോജിക്കുക? അതുകൊണ്ട് ഇത് ശുദ്ധ വൈരുദ്ധ്യമാണ്, അശുദ്ധമായ ആദർശമാണ്. തിരുത്തുക നിങ്ങൾ, തൗബ ചെയ്ത് മടങ്ങുക നിങ്ങൾ. അതാ ചെയ്യേണ്ടത്. പിന്നെ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സത്യ. എന്ത്? പുരോഗമനവാദങ്ങളിലേക്ക്, ലിബറൽ ചിന്തകളിലേക്ക് ആളുകൾ പോകുക, അതിൽ നിന്ന് ജനങ്ങളെ മുടക്കാനാ സമസ്ത ഉണ്ടായി. അല്ല. എന്തിനാ സമസ്ത ഉണ്ടായത്? തനിച്ച സ്വതന്ത്രവാദത്തിലേക്ക്, സൂഫിസം എന്ന കറുത്തിരുണ്ട ആശയത്തിലൂടെ ലോകത്ത് പ്രചാരം നേടിയ സ്വതന്ത്രവാദത്തിലേക്ക്
ഇസ്ലാമിനെ അവമതിക്കുക, അതിന്റെ പ്രമാണങ്ങളെ കരിവാരിത്തേക്കുക, അതിന്റെ സുന്ദരമായ ചരിത്രത്തെ തച്ചുടക്കാൻ നോക്കുക എന്ന ആ സൂഫി ആശയത്തിലേക്കാണ് സമസ്ത ജനങ്ങളെ വിളിച്ചത്. ഇത് വെറുതെ പറയല്ല കേട്ടോളിയും. കാവി സൂഫികൾ കേരളത്തിലേക്ക് കാലെടുത്തു വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാവി സൂഫികൾ, അതുമായി ബന്ധപ്പെട്ട ഒരു കവർ സ്റ്റോറി നേർപ്പറത്തിൽ വന്നിരുന്നു. എല്ലാവരും അന്വേഷിച്ച് കണ്ടെത്തി വായിക്കണം. കാവി സൂഫി മൗലാനമാർ കേരളത്തിലെത്തുമ്പോൾ എന്ന ഒരു കവർ സ്റ്റോറി. നേർപ്പദം വാരിക, സത്യത്തിന്റെ നേരെ സത്യത്തെ ഉയർത്താനും അസത്യത്തെ വെട്ടിമാറ്റുന്ന ഒരു പടവാളാണ് നേർപ്പദം വാരിക. അത് ശരിക്കും മുതലാക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്, ശരിക്കും മുതലാക്കണം. ഇമാതിരി കുഫറുകൾക്ക്, തോന്നിവാസങ്ങൾക്ക് പ്രാമാണിക മറുപടി കൊടുക്കാനുള്ള ഏക ആയുധമാണ്, അത് ഉപയോഗപ്പെടുത്തണം. എന്താ കാവി സൂഫിയുടെ ആശയം? അവർ പറയട്ടെ കേട്ടോളി. സൂഫിസം എന്നാൽ അത് വിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഫിഅലും ഖൗലും ഹാലും സിറും അടങ്ങിയതാണ്. ഫിഅലിനെ ശരീഅത്ത് എന്നും അതേപോലെ തന്നെ അവിടുത്തെ ഖൗലിനെ ശരീഅത്ത് എന്നും ഫിഅലിനെ ത്വരീഖത്ത് എന്നും അഹ്വാലുകളെ ഹഖീഖത്ത് എന്നും അസ്റാറുകളെ മാരിഫത്ത് എന്നും വിളിക്കപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളെ സമ്പൂർണ്ണമായി പിന്തുടരലാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ദൗത്യം, അവന്റെ നിർബന്ധ ഘടകം. കേട്ടല്ലോ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, സമസ്തയുടെ ആശയം ഷിയ ആശയമാണ്, സൂഫി ആശയമാണ്. അത് ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തുമാകുന്ന ഷിയ തൗഹീദാണ്. ആ തൗഹീദ് ഈ കാവി സൂഫികൾ കേരളത്തിൽ ഛർദിച്ചു. ഇന്ന് മാത്രമല്ല, സമസ്ത കാലം മുതലേ ഛർദിച്ചു പോരുകയാണ്. സമസ്ത സൂഫിസവുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ മുഴുവൻ എടുത്തു നോക്കുക. ഇതിപ്പോ റിസാല, പുതിയ റിസാലയാണ്. ഇതിൽ സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിയാർ ഇതേ കാര്യം, ഈ ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തും അത് വെള്ളപൂശി സ്ഥാപിക്കാൻ ലേഖനം എഴുതി. പിന്നെ EK സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽമുനീർ പോലെയുള്ള സാധനങ്ങൾ അതെന്തിനാ? ഈ സൂഫിസം വെളുപ്പിക്കാനാണ്. ഈ സൂഫിസം എവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്? ലയന സിദ്ധാന്തമാണ്. എല്ലാവരിലേക്കും അള്ളാഹുവിൻ്റെ വെളിച്ചം വന്ന് അവസാനം എല്ലാവരും അള്ളയായി മാറുന്ന ഈ അശുദ്ധമായ മറിമായത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കടുത്ത അന്ധവിശ്വാസം. അതാണ് വഹരത്തുമാല വ്യാഖ്യാനം. ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ഉദുന ഇല്ലല്ലാ, ലാ നഫ്സ ഇല്ലല്ലാ, എല്ലാം അള്ളയല്ലാതെ ഒന്നുമില്ല. അദ്വൈത അവതാര സങ്കല്പങ്ങളിലേക്ക്, ജൂത ക്രൈസ്തവന്റെ ശങ്കരാചാര്യരുടെ അദ്വൈത അവതാരവാദത്തിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ കറുത്തിരുണ്ട സൂഫിസം, അതാണ് സമസ്ത. അത് ഇവരിലൂടെ ചീർത്ത് വീർത്ത് കൂടുതലായി പൊട്ടിയെന്ന് മാത്രം. അപ്പൊ കാന്തവരെ എതിർക്കാൻ വന്നു EK സമസ്ത, എല്ലാവരും എതിർക്കാൻ വരെ. എന്തിനെ എതിർക്കണത്? സ്വന്തം ആശയത്തെ. അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലേ? അവർ അത്ഭുതം കൂറല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പിരടിയിൽ വെച്ച് കെട്ടും. നിങ്ങൾ തന്നെ തിരുത്തി മാപ്പ് പറയാതെ സൂഫിസത്തെ വെളുപ്പിക്കാൻ എഴുതപ്പെട്ട ലേഖനങ്ങളും ചർച്ചകളും പ്രസിദ്ധീകരണങ്ങളും എടുത്തു കത്തിച്ച് അതിൻ്റെ അടയാളങ്ങൾ അല്പം പോലുമില്ലാതെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ കാവി സൂഫിസം എന്ന പേര് മാറ്റുള്ളൂ. ഇതെവിടെ എത്തിയറിയോ? സാക്ഷാൽ ഖാസിമി കേട്ടോളി, സാക്ഷാൽ ഖാസിമി പറയട്ടെ കേട്ടോളി. പ്രവാചകന്മാർ ഒക്കെ വരുന്നത് സാമൂഹിക ക്രമങ്ങൾ നാശമാകുമ്പോൾ ആ സാമൂഹിക ക്രമങ്ങളെ നേരെ നിർത്താൻ വേണ്ടി വരുന്നവരാണ് പുണ്യപുരുഷന്മാർ. ഹിന്ദുമതത്തിലെ അവതാരങ്ങൾ എന്ന് പറയുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് അർജുനനോട് ഗീതോപദേശിക്കാണ് കൃഷ്ണൻ. അപ്പോൾ എവിടെയൊക്കെ അധർമ്മം വരുന്നു ആ അധർമ്മത്തിനെ മാറ്റിയിട്ട് ധർമ്മം സ്ഥാപിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയാതെ വരും. അപ്പോഴാണ് ഈ വലിയൊരു വ്യക്തി എന്നൊരു കൺസെപ്റ്റിലേക്ക് ചരിത്രം വരുന്നത്. കേട്ടല്ലോ നിങ്ങൾ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിച്ചു പോകുന്ന സാധാരണക്കാരെ, നിങ്ങളോട് തൊണ്ട പൊട്ടി പറയുന്നു, മനസ്സിടറി പറയുന്നു, ശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ നിന്ന് സർവമതങ്ങളും സത്യമാണെന്ന അശുദ്ധമായ ആശയത്തിലേക്ക് ഒരു നൂറ്റാണ്ടുകാലമായി സമസ്ത നിങ്ങളെ ഒളിച്ചു വിളിക്കുന്നു. ഇപ്പോൾ അത് പരസ്യപ്പെടുത്തുകയാണ്. കാരണം 100 വയസ്സാകുകയാണല്ലോ. 100 വയസ്സാകുമ്പോൾ അവനവന് ബാധിച്ച ചിലതൊക്കെ പുറത്തു വരും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കൊഴുപ്പ് കൂടി, അത് അവിടെയുള്ള വീക്കം കൂടി, അവിടെയുള്ള നീർക്കെട്ട് കൂടി, അത് പുറത്തേക്ക് വരുന്ന ഒരു പ്രായമാണ് 100. ഒരു സംശയമില്ല.
ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ 40-50 ഒക്കെ ആകുമ്പോൾ തന്നെ പുറത്തു വരും. ഇതൊരു സംവിധാനമാണല്ലോ. ആ സംവിധാനം പരമാവധി അല്ല കൊണ്ടോകും. അവസാനത്തിൽ അതിനെ താഴ്ത്ത് കിടും. ആ താഴത്ത് കിടന്റെ ഭാഗമാണ് സഹോദരങ്ങളെ. ലോകത്ത് വന്നവരൊക്കെ പ്രവാചകന്മാർക്ക് തുല്യമാണത്രേ. എന്തൊരു ആഭാസമാണിത്, എന്തൊരു തോന്നിവാസമാണിത്. എന്താ ഇതൊക്കെ ഈ പറയുന്നത്? പ്രവാചകന്മാർ വന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമാണോ? ഇവരേത് ഖുർആനാ പഠിച്ചത്? ഏത് ഇസ്ലാമിന്റെ അഖീദയാണ് ഇവർ വായിച്ചത്? ഈ തോന്നിവാസം യാതൊരു മടിയുമില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ, ദീനിന്റെ അടയാളങ്ങളെ മുഖമുദ്രയായി സ്വീകരിച്ച് അഹ്ലുസുന്നയെ അവകാശപ്പെട്ട് ഇങ്ങനെ പറയുകയോ? എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ല മാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ, അല്ലാതെ കല്ലിലും മരത്തിലും തൂണിലും തുരുമ്പിലും എവിടെയും അള്ളയുണ്ട് എന്ന് വാദിക്കുന്ന, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, ആ വാദം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. അത്തരക്കാരെ കൂടി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക്, യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. വജ്തനിബു ത്വാഗൂത്ത്, ദുർമൂർത്തികളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ശിർക്കിന് വേണ്ടി കൂടൊരുക്കപ്പെട്ടവർ, അതിനുവേണ്ടി ചടഞ്ഞിരിക്കുന്നവർ, അവരെയെല്ലാം തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ വിളിക്കാൻ. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, 950 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാം ചൂട് സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, അനിഅബുദുല്ലാഹ്, അല്ലാഹനെ ആരാധിക്കും, അവിടേക്കാ വിളിച്ചത്. മനസ്സിലായോ? ആയിഷ ഉമ്മ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കള്ളു കുടിക്കണ്ട, വ്യഭിചരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ മാറൂല. മറിച്ച് അള്ളയുണ്ട്, അവൻ കാണുന്നു, അവൻ അറിയുന്നു, അവനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ അവർ കള്ളു മാറ്റി, പലിശ ഒഴിവാക്കി, വ്യഭിചാരം ഒഴിവാക്കി. അതാണ് ഇസ്ലാം. ഈ സൂഫിസത്തിന്റെ ജീർണത, അതിന്റെ മാലിന്യം ഇവരിലൂടെ പുറത്തു വരികയാണ്. അപ്പൊ എന്താ അറിയോ, ഇത് കാവി സൂഫികളൂടെ പറഞ്ഞു കഴിഞ്ഞു. കേട്ടോളി. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയതും. കേട്ടില്ല നിങ്ങള്? നബിതങ്ങള് ഇവിടെ മതം പറയാൻ വന്നിട്ടില്ല, ദീന് പറയാൻ വന്നിട്ടില്ല. ഇവർക്കൊക്കെ എന്ന വെളിച്ചം വെക്കുക, ഇവർ ഷഹാദത്ത് പുതുക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സാക്ഷ്യവാക്യം പുതുക്കട്ടെ അവർ, തൗബ ചെയ്ത് മടങ്ങട്ടെ അവർ. ഇതാണ് നമുക്ക് എല്ലാ സമസ്ത മുസ്ലിയാക്കന്മാരോടും പുരോഹിതന്മാരോടും പറയാനുള്ളത്. അതിനാൽ ഈ യാത്ര തുടരുകയാണ്. ഈ ചരിത്രയാത്ര അതിന്റെ ദൗത്യം ശിരസാ വഹിച്ചു പോവുകയാണ്. ആര് വിലങ്ങി നിന്നാലും, ജനബാഹുല്യത്തെ കാണിച്ചും വിരട്ടാനും പേടിപ്പിക്കാനും നോക്കിയാലും സത്യം പതറുകയില്ല. അത് ത്വായിഫത്താണ്, ഒരു കൊച്ചു സംഘമാണ്. അത് ജമാഅത്താണ്, ഒരു ചെറു സംഘമാണ്. അത് ഖുർആനിന്റെ ആഹ്വാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. അതുകൊണ്ട് എറിഞ്ഞാലും, കൂക്കി വിളിച്ചാലും, കുത്തിയാലും, നോവിച്ചാലും, എന്തു പറഞ്ഞാലും ഈ സത്യത്തെ തളർത്താൻ, അതിനെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. ഇതിന് സഹായം നൽകുന്നവൻ അള്ളയാണ്. ഈ സംഘം വിളിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഈ സംഘം തവക്കുലാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മേലാണ്. അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അഫ്ളലായത് എന്ന് മനസ്സിലാക്കി ആ കലിമ ഉരുവിട്ടുകൊണ്ട് തൗഹീദിലായി, ഈമാനിലായി, മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, മാലകളുടെ, മാലപ്പാട്ടുകളുടെ, കള്ളക്കഥകളുടെ, ഷിയാവാദങ്ങളുടെ, സൂഫി ചിന്തകളുടെ പിന്നാലെ പോകലല്ല, ബറേൽവിസത്തെ വെളുപ്പിക്കലല്ല, ജാറങ്ങളും അക്ബറുകളും കൊട്ടിഘോഷിക്കലല്ല, അനിസ്ലാമിക ആചാരങ്ങളെ പെരുപ്പിക്കലല്ല, ഇല്ലാത്ത ദിക്റുകളും പ്രാർത്ഥനകളും ഉണ്ടാക്കലല്ല. ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ, നേരായ, നല്ല നിലയിലുള്ള ആദർശം കൃത്യമായി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് ആ ആദർശം മനസ്സിലാക്കി വരുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള രാവും പകലുമായിട്ടുള്ള അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ ബോധം മറക്കാതെ നാം മുന്നോട്ട് പോവുക. ഒരു നൂറ്റാണ്ടുകാലത്തെ തിളക്കമുള്ള നവോത്ഥാന ചരിത്രത്തെ ആര് കറുപ്പിക്കാൻ നോക്കിയാലും അത് കറുപ്പിക്കയില്ല. ആര് ഇരുട്ടാക്കാൻ നോക്കിയാലും അതിൻ്റെ പ്രകാശം മങ്ങുകയില്ല. ആര് തകർക്കാൻ നോക്കിയാലും അത് തകരുകയില്ല. ആര് തിരുത്താൻ നോക്കിയാലും അത് തിരുത്തപ്പെടുകയില്ല. ആര് വളച്ചൊടിച്ച് വേറെ
നവോത്ഥാനം ഉണ്ടാക്കാൻ പണിയെടുത്താലും അതൊന്നും നവോത്ഥാനമാവുകയില്ല. നിങ്ങൾക്കുണ്ടായ ഭൗതിക മാറ്റങ്ങൾ സന്തോഷമാണ്, അഭിനന്ദാർഹമാണ്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏതിലേക്ക്? ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദീനിനും ആഖിറത്തിനും പ്രാധാന്യം കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഉമ്മത്തിന് നായകത്വം നയിക്കുന്നവരാകാൻ നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.